തിരിച്ചു വരണം എന്നുള്ള ഒരാഗ്രഹത്തിലല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ പേരിലുണ്ടായിരുന്ന 10 സെന്റ് സ്ഥലം വരെ എൻ്റെ ഉമ്മാന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിൽ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ ഭാര്യമാരുടെ പേരിലാക്കി. ഭാര്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കൂടുതൽ സമയം. ഭാര്യ ഒന്ന് ഗർഭിണിയാണ്. ഇനി നമ്മൾ എന്ന് കാണും എന്നുള്ളൊരു ചോദ്യമാണ്. അതിലാണ് ഞാൻ ഇത് ലാസ്റ്റ് ചോദിച്ചത്. ഇതിങ്ങോട്ട് പബ്ലിക്കായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതൊന്നും ഞാൻ വിളിച്ചു വരുത്തിയ. പലരും പറഞ്ഞു ഷിഹാബ് യൂട്യൂബിന്റെ ആളുകളെ കൊണ്ടുപോയിരുന്നു. കല്ലിൽ എഴുതി വെച്ചോ പാകിസ്ഥാനിലേക്ക് കടക്കൂല എന്നൊരു മുല്യാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുന്നപ്പോൾ എനിക്ക് വലിയൊരു പാറക്കല്ല ബ്രിഡ്ജിന്റെ ചോട്ടിൽ കിട്ടി. ഞാൻ അതിന്മേൽ എഴുതി എ ഡ്രീം ജേണി ബൈ ഫുട്ട് കേരള ടു മക്ക. ഷിഹാബ് ചോറ്റൂനെതിരെ ഫോട്ടോ എടുത്തിട്ട് ഏത് മൂല്യരാണ് എന്നോട് പറഞ്ഞത് അയാൾ കാണുന്ന രീതിയിൽ ഞാൻ സ്റ്റോറി ഇട്ടു. അല്ലെങ്കിൽ വീട് ആലോചിച്ചിട്ട് ഞാൻ കരയുമ്പോൾ കരയാൻ എനിക്ക് പേടിയായിരുന്നു. കണ്ണീര് തട്ടിയാൽ വരെ ഇവിടെ വേദനിക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും പിന്നോട്ട് ഞാൻ കാല് വെക്കൂല. ഒരിക്കൽ പോലും ഞാൻ വെച്ച കാല് ബാക്കിൽ എടുത്തിട്ടില്ല. അതൊരു സത്യമായിരുന്നു. പല രീതിയിലുള്ള പാമ്പുകൾ, രണ്ട് ഭാഗത്തും തല ഉണ്ടാവുന്ന കുരുടിൻ്റെ മരത്തെ പാമ്പിനൊന്നും വലിയ പാമ്പുകളൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞ മൃഗങ്ങൾക്കായൊക്കെ ഞാൻ പേടിച്ചിരുന്നു. -14 ഡിഗ്രിയിൽ ഞാൻ നടന്നിട്ടുണ്ട്. 35-36 കിലോമീറ്റർ നടക്കുന്ന ഞാൻ 1-2 കിലോമീറ്റർ നടന്നിട്ട് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് 10 മിനിറ്റ് ഞാൻ നടക്കാതെ ഇരുന്നാൽ ബ്ലഡ് കോട്ടാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മഞ്ഞിൽ ഞാൻ കുടുങ്ങിപ്പോയി റോഡ് കാണാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റിക്ക് ഞാനിങ്ങനെ കുത്തിയിട്ടാണ് പോകേണ്ടത്, മുന്നിൽ എന്താണെന്നുള്ളത് അറിയാത്ത അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. കളവ് ചെയ്യുന്ന ആളുകൾ മുന്നിൽ പെട്ടിട്ടുണ്ട്, അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറയും ശരീരത്തിനെ വേദനിപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നമ്മൾ ആഗ്രഹത്തിനെ, നമ്മളെ നീയത്തിനെ, നമ്മളെ പ്രയത്നത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി എഫേർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാശ്മീർക്ക് പോകണതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമിലേക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റിലേക്ക് പോകാനല്ലല്ലോ ഞാൻ നീയത്തെടുത്തത്. എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനത്തേക്ക് എത്തണം, അള്ളാഹു തന്ന ആരോഗ്യം എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലും അള്ളാഹ് തീരുമാനിക്കണം ഈ യാത്ര പോകരുത്. അല്ലാതെ ആരെ കൊണ്ടും ഇത് എടുക്കാൻ പറ്റില്ല. ഒരാഗ്രഹം ഞാൻ പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ എനിക്ക് ഹജ്ജ് ചെയ്യണം. അത് അവർക്കും ഭയങ്കര ഫീൽ. ഭാര്യ വന്നിട്ട് എൻ്റെ കുട്ടീനെ മദീനത്തിലാണ് പച്ചക്കുമ്പൻ്റെ താഴത്തുനിന്നാണ് തരുന്നത്. ആ മദീനത്തേക്ക് എത്തിയ അന്നാണ് എനിക്ക് എൻ്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണുന്നത് ഹാജറ എന്നാണ് മോളെ മദീനത്ത് പച്ചക്കുമ്പൻ്റെ താഴത്തുനിന്നാണ്. വിമാനത്തിലും കപ്പലിലും ഒക്കെ ഹജ്ജിന് പോയ ഒരുപാട് മനുഷ്യരുടെ കഥകൾ നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന കാലത്ത് കാൽനടയായി ആ പരിശുദ്ധ കർമ്മത്തിനു വേണ്ടി പോയ ഒരുപാട് മഹാമനീഷികൾ നമ്മുടെ മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ട്. അവരെ തേടിയിറങ്ങുന്ന ഒരു യാത്രയിലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ. അങ്ങനെയാണ് 1956 തൻ്റെ 16ാമത്തെ വയസ്സിൽ ഹജ്ജിന് വേണ്ടി പോയ മലപ്പുറം മങ്കടയിലെ കളത്തിങ്ങൽ അബ്ദു എന്നൊരു മനുഷ്യനെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഏറെ കിടപ്പ് രോഗിയായിട്ടുണ്ട്, ഓർമ്മകളൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ കഥകൾ അല്പം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ നടന്ന് ഹജ്ജിന് പോവുക എന്നുള്ള ഒരു മഹാസംഭവമായിക്കൊണ്ട് അതിൻ്റെ ത്യാഗം എത്രത്തോളമാണ്, അതിൻ്റെ വേദനകളും വേവലാതികളൊക്കെ എത്രത്തോളമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന നിലക്ക് ഞാൻ നമ്മുടെ ഷിഹാബിക്കെ വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷിഹാബ് ചോറ്റൂരാണ്. പരിചയപ്പെടുത്തലുകളോ ആമുഖങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത വിധം കേരള സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ സുപരിചിതനായ ഷിഹാബ് ചോറ്റൂരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാനുള്ളത്, നമ്മൾ ഹജ്ജിന് പോയ കഥകൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരുപാട് ഓർമ്മകളൊക്കെ പല വേദികളിലായിട്ട് ഷിഹാബിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു കൗതുകം എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം രാവിലെ ഇവിടെ മലപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തലേന്ന് രാത്രി ഷിഹാബിക്ക ഉറങ്ങാൻ കിടന്നൊരു രാത്രി ഉണ്ടാവും. സത്യത്തിൽ ഒരുപാട് വേവലാതികൾ അല്ലെങ്കിൽ എന്താണ് പറയാൻ പോലും പറ്റാത്ത ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ രാത്രിയായിരിക്കും. സത്യത്തിൽ ആ രാത്രി ഉറങ്ങിയിരുന്നോ? എങ്ങനെയായിരുന്നു ആ രാത്രി? നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഫസ്റ്റ് തന്നെ കരയിപ്പിക്കാറ്. അൽഹംദുലില്ലാ, ഞാൻ 2022 പുറപ്പെടുന്നത്. അതെ അതെ, ജൂൺ മാസം മുനവ്വർ അലി തങ്ങളാണ് എനിക്ക് ഡേറ്റ് തരുന്നത്. അങ്ങനെ ഏകദേശം യാത്ര 2022 ജൂൺ 2 ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 3-4 മാസത്തോളം ഞാൻ മെൻ്റലി ഫിസിക്കലി ഈ യാത്രയിലേക്ക് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു തലേന്നത്തെ ദിവസം ഭയങ്കര പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെ ആണെങ്കിലും ഞാൻ കുടുംബത്തിനോടൊക്കെ വിട്ട് നിൽക്കാനൊക്കെ തുടങ്ങി ഒരു 4 മാസം മുന്നേ തന്നെ. ഏകദേശം എനിക്ക് അവസാനത്തെ ഒരു പെർമിഷൻ ലെറ്റർ കിട്ടിയതോട് കൂടിയിട്ട് ഞാൻ തന്നെ അതിലേക്ക് മാറി. തയ്യാറായിട്ടുണ്ട്. ഇനി പോകേണ്ടത്
എന്തായാലും അടുത്ത് വരുന്ന ദിവസങ്ങളൊന്നും നമുക്കിനി ഒരു പക്ഷേ അടുത്ത വർഷമൊന്നും നമുക്ക് ഈ ഒരു വർഷത്തിൽ കിട്ടുന്ന പോലെ സമയം കിട്ടൂല എന്നുള്ളതും, അതുപോലെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് കിട്ടിയെന്നില്ല. ഏകദേശം 5 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, പേപ്പർ ശരിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു 4 മാസമായിട്ട് ഞാൻ വീട്ടുകാരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനും ഉമ്മാനി വാപ്പാനിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ സ്റ്റാഫിനെ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് തന്നെ ഞാൻ കൂടുതൽ യാത്രകളിലായിരുന്നു. യാത്രകളിൽ ഏകാന്തമായിട്ടായിരുന്നു കൂടുതൽ 4 മാസത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഏകാന്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നൊരു 4 മാസം അത് അങ്ങനെ അതിൽ പെട്ട. അതുകൊണ്ട് തന്നെ യാത്രൻ്റെ ഒരു ഓരോ ദിവസം അടുക്കുന്തോറും അറിയാമല്ലോ, യാത്രൻ്റെ ഡേറ്റ് ആകുന്നതിന് ആ ഒരു സമയം എത്തുമ്പോഴേക്കുള്ള നമ്മളെ ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും, പുതിയ പുതിയ ചിന്തകൾ. അതായത് നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പല ചിന്തകളും ഈ ഒരു 10 ദിവസം 5 ദിവസമൊക്കെ അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ. പക്ഷെ തവക്കൽത്തു അലല്ലാ, തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അതിൽ നമ്മൾ ഹജ്ജിന് പോകുന്ന കഥകൾ അങ്ങനെ കേൾക്കാറുണ്ട്. തിരിച്ചു പണ്ടത്തെ കാലത്തെ ഹജ്ജ് അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതുണ്ടായിരുന്നു. തലേ ദിവസം സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇബാദത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഭാര്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കൂടുതൽ സമയം. ഭാര്യനോട് സംസാരിച്ച് ജീവിതത്തിലെ ചില തീരുമാനങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു പോയ ജീവിതത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു അവസാനത്തെ കൂടിക്കാഴ്ച പോലെ ഒരു ഫീൽ ആയിരുന്നു അതിൽ. സത്യം പറഞ്ഞാൽ മോള് കിടന്നുറങ്ങുന്നുണ്ട്, ഭാര്യ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇനി നമ്മൾ എന്ന് കാണും എന്നുള്ളൊരു ചോദ്യമാണ്. അതിലാണ് ഞാൻ വീണുപോയി സത്യം. അപ്പോൾ പിന്നീടും അതിനെ അനുബന്ധിച്ചിട്ട് തന്നെ പിന്നീടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിന്. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയിൽ നിന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ലാസ്റ്റ് ചോദിക്കണം, ഫസ്റ്റ് ചോദിച്ചത് ലാസ്റ്റ് ചോദിച്ചത് നമ്മള് ഈ വീടുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടങ്ങിയതാ. സത്യത്തിൽ ഭയങ്കര ഒരു വേദനയുടെ ദിവസമായിരിക്കും, നമുക്ക് തന്നെ സങ്കല്പിച്ചാൽ മനസ്സിലാക്കാം. അന്ന് ഇറങ്ങുന്ന തലേ ദിവസം ജ്യേഷ്ഠന്മാരും എൻ്റെ കസിൻസൊക്കെ പാക്ക് ചെയ്യും, ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മകനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ആ വീഡിയോ കാണുന്നത്, എൻ്റെ മോള് ഇതാകുന്നത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് ഞാൻ കാണുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കരഞ്ഞു പോയിരുന്നത് ആ ഇറങ്ങുന്ന ആ വീഡിയോ ഇരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് എനിക്ക് ആ വീഡിയോ കിട്ടുന്നത്. ഭയങ്കര ഒരു ഞാൻ തന്നെ സ്വയം കരഞ്ഞു പോയത്. അപ്പോൾ ഒരുപാട് പേര് പല നാട്ടിലുള്ള പല ഭാഷ സംസാരിക്കുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരിലേക്കൊക്കെ ഈ ഒരു വാർത്ത എത്തിയത് ആ ഒരു വീഡിയോ ആണ്. ആ ഫസ്റ്റത്തെ ദിവസം ഞാൻ ഇറങ്ങുന്ന ഒരു വീഡിയോ അത് കണ്ടിട്ട് ഒരുപാട് പേര് കരഞ്ഞിരിക്കുന്നത് പലപ്പോഴും പറയാറുണ്ട്. ഞാൻ തന്നെ സ്വയം അത് കണ്ടിട്ട് എനിക്ക് അത് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അത്ര കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു വേദനന്റെ സാഹചര്യം ആയതുകൊണ്ട് എപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയോ ഉമ്മയൊക്കെ പോണ്ട എന്നുള്ളൊരു തരത്തിലേക്ക് എന്തെങ്കിലും അതിന് വലിയ കഥ ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഞാൻ ആദ്യം തന്നെ പടച്ചവനോട് ഞാൻ ചോദിച്ചു വാങ്ങിയത് എന്താണെന്നറിയോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷത്തോളമായിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഭാര്യൻ്റെതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതുള്ളൂ. വാപ്പാനോട് നമുക്ക് ഇനി വാപ്പ വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റി പറയിപ്പിക്കാം. പക്ഷെ ഉമ്മാൻ്റെ ഭാഗത്തുനിന്ന് പോണ്ടാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു തടസ്സം സ്റ്റോപ്പായിരിക്കും. അപ്പോൾ ഞാൻ വേറെ എന്ത് കാര്യം എൻ്റെ ഉമ്മാനോട് പറയുമ്പോഴും ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്, ഞങ്ങൾക്ക് ബിസിനസ്സുകളുണ്ട്, ആ സമയത്തൊക്കെ ഞാൻ സംരംഭം തുടങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആളുകളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഉമ്മ ഫസ്റ്റ് പറയും ഒന്നും പാടെ ആലോചിച്ചിട്ട് പോരെ. ഉമ്മാൻ്റെ ഒട്ടി എല്ലാ ഉമ്മമാരും പറയുന്ന പോലെ അവർക്കൊരു വേവലാതി ഉണ്ടാവുമല്ലോ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തുടങ്ങണോ, ഇത്ര വലിയ ₹1,00,000 മുടക്കിയിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനൊക്കെ ജയിക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു എൻ്റെ ഉമ്മ. എല്ലാ കാര്യവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉമ്മാനായിട്ട് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്, അതുപോലെ വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഒക്കെ ഉമ്മാനോട് ചോദിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പറയാം. അപ്പോൾ കൂടുതലും ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യൽ മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടും. മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ ഉമ്മ ഓത്തുമായിട്ട് നിസ്കാര റൂമിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കൽ. ഈ കഥ എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്, എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഞാൻ വിട്ടു നിൽക്കുന്നുണ്ട്, പിന്നെ കൂടുതൽ സമയം വീടിന് പുറത്താണ്, ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ അറിയാം. പക്ഷെ ഉമ്മാനോട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അവസാനത്തെ പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്, ആ ടൂറിസ്റ്റ് വിസ പെർമിഷൻ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം ഉമ്മാനടുത്ത് വന്നിട്ട് ഈ മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ വന്നിട്ട്, ഉമ്മ ഇതുവരെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയിരുന്നു,
നടക്കുമോ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇത് എൻ്റെ സമയം വെറുതെ കളയാന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ കളിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനായിരുന്നല്ലോ നമ്മളെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നം. ഞാൻ ഈ 1.5 കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ പാകിസ്ഥാന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ പുറപ്പെടാനുള്ള ഡേറ്റ് 11/4/2022, അതായത് ഏപ്രിൽ 4-ാം തീയതി, ഞാൻ ജനിച്ച ദിവസം 30ാമത്തെ വയസ്സ് എനിക്ക് ആവുന്ന ദിവസം ഇറങ്ങണം എന്നാണ് ഞാൻ. അങ്ങനെ ഉമ്മാനോട് വന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, അതിൽ നിന്നാണ് എനിക്കൊരു ഭയങ്കരമായൊരു എനർജിയും ഒരു പോസിറ്റീവ് സാധനം എനിക്ക് കിട്ടുന്നത്. ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടത് ഒന്നുമല്ല. ആ ഒരു ദിവസം ഉമ്മാൻ്റെ കുട്ടി മക്കത്തുക്കും മദീനത്തുക്കും അല്ലേ, ഈ അവിടെ എത്തും എന്ന് ഉമ്മ പറയാൻ നിസ്കാരപ്പായിലിരുന്നിട്ട്. ആ കിട്ടിയത് എനിക്ക് പാകിസ്ഥാൻ്റെ പെർമിഷനേക്കാളും വലിയൊരു സന്തോഷം ടിക്കറ്റ് അതിലും വലിയ എനർജി അതിലും വലിയൊരു എനർജി കിട്ടാനില്ല. അതിന് ശേഷമാണ് ഭാര്യനോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന ദിവസം പോകണം എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അതെല്ലാവരും മനസ്സിൽ എല്ലാവരും, അതായത് ഈ ഒരു 4 മാസം മുന്നേ വരെ ഞാൻ എൻ്റെ ചെറിയ മോള് 2 വയസ്സായ മോളെയും ഭാര്യ ഗർഭിണിയായിരുന്നു, ഇവരൊക്കെ ഞാൻ മാക്സിമം വിട്ട് നിൽക്കാൻ, എന്നോടൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുടുംബത്തിൽ നിന്ന് വിട്ട് നിൽക്കണം. ഞങ്ങൾക്കിത് കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കണില്ല. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ട് നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരിക്കലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇൻഷാ അല്ലാഹ് വീട്ടിൻ്റെ ആ പടി ഇറങ്ങിയ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കൂല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർഡാണ്. അതൊക്കെ ഉറപ്പിച്ച് വെച്ച കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അതായത് നമ്മൾ പഴയ ഉമ്മാരൊക്കെ പറയില്ല, കൊള്ളി മുറിച്ചിട്ടമാരിക്കൊക്കെ ഉറപ്പിച്ച് വെച്ച കാര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അന്ന് ഇറങ്ങുന്ന സമയത്തും ഈ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ, എൻ്റെ ഉമ്മാൻ്റെ, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു ഒരു ഉറപ്പും എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു സത്യമാണ്. പിന്നെ എന്തോ അള്ളാഹു അങ്ങനെ ഒരു വഴി ഒരുക്കി തന്നു തിരിച്ചു വരാനും. പിന്നെ ഇങ്ങനെയൊക്കെ യാത്രകളാകുമ്പോൾ അദാബുകൾ ഉണ്ടാവും. യാത്ര എന്ന് പറഞ്ഞാൽ അദാബാണല്ലോ, അതിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി പോകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഉമ്മാൻ്റെ പ്രാർത്ഥനയിൽ കവിഞ്ഞൊരു സാധനം അതിനില്ല. അത് മൂസാ നബിനോട് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മ മരിച്ചിട്ടുണ്ട്, നടക്കുമെന്ന് ശ്രദ്ധിക്കണം, വീണു. അപ്പോൾ ഉമ്മാൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഓരോ ദിവസം ഞാൻ സുബഹി നിസ്കരിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ എൻ്റെ ഉമ്മാനെ വിളിക്കും, ഞാൻ ഇറങ്ങുന്നുണ്ട്. രാത്രി നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഉമ്മാക്ക് വിളിക്കും, ഇന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു 7-8 ദിവസമൊക്കെ എൻ്റെ ഉമ്മാനോട് ഇങ്ങനെ സംസാരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ, ഇങ്ങനെ ഇവിടെ എത്തി, ചാലിയത്തെത്തി, പരപ്പനങ്ങാടി എത്തി, പിന്നെ ചാലിയത്തെത്തി, കോഴിക്കോട്, ഇങ്ങനെ പോകുന്ന സമയത്ത് കേരളത്തിൽ 7 ദിവസത്തോളം ഞാൻ നടന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാനെ വിളിക്കുന്ന സമയത്ത് ഉമ്മ പറയാം, ഇന്ന സ്ഥലത്ത് എത്തിയില്ലേ, ഉമ്മാൻ്റെ കുട്ടി പോയി അങ്ങനെ അധികം ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാകും. പിന്നെ ഇതൊരു ആളുകൾ ഏറ്റെടുത്തൊരു സമയമാണ് ഇത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ന്യൂസിലൊക്കെ കണ്ട് വന്ന് ആകെ വൈറലായ ആളുകളുടെ ഇടയിൽ എനിക്കൊരു ഇത് കിട്ടിയ സമയത്ത് പിന്നെ ഞാൻ ഉമ്മാക്ക് വിളിക്കും, ഉമ്മ ചോദിക്കും. ആദ്യം ഞാൻ അങ്ങോട്ട് പറയണതിന് മുന്നേ ഇങ്ങോട്ട് ചോദിക്കും, ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവും ഇത് ഇവിടെ എത്തിയില്ലേന്ന്. സോഷ്യൽ മീഡിയൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഉമ്മ പറയും, ഇവിടുന്ന് ഇവിടെ എത്തിയില്ലേ, കർണാടക ബോർഡർ ക്രോസ് ചെയ്തുല്ലേ, ഇനി അവിടുന്ന് ഇത്ര കിലോമീറ്റർ നടന്നാൽ എനിക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടില്ലേ എന്ന് ഉമ്മ അങ്ങോട്ട് പറയും. കാലഘട്ടം പോയത് നോക്കണം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് എത്തി. പിന്നെ ഇത് ആളുകളൊക്കെ വീട്ടുകാർക്കും കുറേ ഒരു സമാധാനം കിട്ടിയത് എന്താ വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കുള്ളൊരു യാത്ര ചിന്തിച്ചിറങ്ങിയതാണ്. ഈത്തപ്പഴം, സംസം വെള്ളം, സാധാ വെള്ളമൊക്കെയാണ് എൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ളത്. ഇതൊക്കെ തിന്നിട്ട് അവലുണ്ട്, ഒരു കാക്ക എനിക്ക് അവല് കൊടുന്നു തന്നിരുന്നു. ഇതൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അതായത് ഒന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ. ആരും പ്രതീക്ഷിച്ചതൊന്നുമല്ല ഇത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കും, ഇതിങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്നതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഇതൊക്കെ എങ്ങനെയോ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയതാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് ഇത്. പിന്നെ ഇത് ഇത്രത്തോളം ആളുകൾ, നമ്മളെ നാട്ടിലുള്ള ആളുകൾ, ഉമ്മമാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത്. അതിനുള്ളൊരു റീസൺ, അതിനുള്ളൊരു ആൻസർ എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 കിലോമീറ്റർ കഴിഞ്ഞാൽ പുത്തനത്താണി. അന്നൊന്നും ഞങ്ങളുടെ പുതിയ ഹൈവേൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. ഒരു 3 വർഷം 4 വർഷം മുന്നുള്ള കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് പുത്തനത്താണി കഴിഞ്ഞ് ബൈലത്തൂർ കഴിഞ്ഞിട്ട് താനാളൂർ എത്തിയ സമയത്ത് ഒരു വല്യമ്മ, അങ്ങനെ ഒരു നല്ല പ്രായമുള്ളൊരു ഉമ്മ വടി കുത്തിയിട്ടുണ്ട്, ഇങ്ങനെ കുമ്പിട്ടിട്ട്. ഒരു മതിലിൻ്റെ മുകളിലാണ് അവരുടെ വീട്. അതിന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കണം. ആ ഉമ്മാൻ്റെ മരുമക്കളൊക്കെ അവിടെ മേലെ നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മ കാത്തു നിൽക്കുകയാണ്. ഞാൻ വരുന്നത് ആരോ പറഞ്ഞിട്ടുണ്ടാവാം, ഒരുപാട് മുന്നിലുള്ള ആളുകൾ, അങ്ങാടിയിലൊക്കെ ആൾ കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വല്യമ്മ എൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. വല്യമ്മ കൈ പിടിച്ചിട്ട് ഫസ്റ്റ് ദിവസം താനാളൂരിൽ വെച്ചിട്ട്, ആ ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഉമ്മ എന്നോട് ഫസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വഴിയിൽ കൂടെ പോയാൽ മദീനത്തുക്കും മക്കത്തുക്കും പോകാൻ പറ്റില്ലേ എന്ന്. ഇന്നെ പിടിച്ച് കുലിക്കൊരു ചോദ്യം. ഞാൻ ഇത്രയും 5 വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ചിന്തിക്കാത്ത ഒരു ചോദ്യമാണല്ലോ. അതായത് ഇത് എല്ലാവരുടെ മനസ്സിലും മക്ക മദീനും പോകണം, ഹജ്ജും ഉംറയും ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ടും സാഹചര്യം ഒക്കെ ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തികവും
പിന്നെ ആരോഗ്യമൊക്കെ നോക്കിയിട്ടേക്കാരം പോകാത്തത്. പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ വയസ്സായ ഒരാൾക്ക് തോന്നുന്നു ഇത്രയും കാലം ഞാൻ ജീവിച്ചു, എൻ്റെ മുന്നിൽ കൂടെ മദീനത്തേക്ക് നടന്നു പോകാനൊരു വഴി ഉണ്ടായിട്ട് ഞാൻ എന്തേ അത് അറിയില്ല എന്നൊരു സാധനം ഇന്നങ്ങനെ ഇട്ട് അലട്ടണം. ആ ഒരു ദിവസം രാത്രി അന്ന് പരപ്പനങ്ങാടി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ വല്യമാൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ആളുകൾ ഏറ്റെടുത്തത് എന്നുള്ള ഒരു ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. ഫസ്റ്റ് ദിവസം തന്നെ കിട്ടുക. കാരണം എന്താ, നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം, നമ്മൾ ജീവിതത്തിൽ ശ്രമിച്ചാലും നമുക്ക് എത്തൂല എന്നുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത 1000 1 കോടി 140 കോടി ജനങ്ങളിൽ ഞാനാണല്ലോ അത് അങ്ങനെ ചിന്തിച്ചത്. നടന്ന് എനിക്ക് പോകണമെന്ന്. മുന്നേ ഒരുപാട് പേര് പോയിട്ടുണ്ട്, കുതിരപ്പുറത്ത് പോയിട്ടുണ്ട്, കപ്പലിൽ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഒട്ടകത്തിന്റെ പുറത്ത് പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്, നീന്തിങ്ങാണ്ട് പോയവരുണ്ടാവാം, പായക്കപ്പലിൽ പോയവരുണ്ടാവാം. പക്ഷെ അന്നൊന്നും ബോർഡറുകളും ഇതുപോലത്തെ സാഹചര്യങ്ങളും അതിർത്തി പ്രശ്നങ്ങളില്ല, ഗവൺമെന്റിന്റെ വിഷയങ്ങളില്ല, പെർമിഷന്റെ പ്രശ്നങ്ങളില്ല. വാക്കിംഗ് പെർമിഷൻ വേണം, വിസ വേണം, വിസക്ക് പെർമിഷൻ എടുക്കണം ആദ്യം. കാരണം നമ്മൾ ഗൾഫിലേക്ക് പോകണമായിരിക്കും വിസ എടുത്ത് പോകാൻ പറ്റൂലത്. വിസ പെർമിഷൻ എടുത്തിട്ട് ഓരോ ബോർഡറിലേക്ക് 10 or 9 ദിവസം മുന്നേ, കടക്കുന്നതിൻ്റെ 10 or 9 ദിവസം മുന്നേ ഈ പെർമിഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനുള്ള ആൾ നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് ആ ഹൈക്കമ്മീഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ എംബസിയിൽ ഉണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ ജോലി റിസൈൻ ചെയ്തിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഡൽഹിയിൽ. എൻ്റെ ജ്യേഷ്ഠന് 5-8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ജോലി റിസൈൻ ചെയ്തിട്ടാണ് എൻ്റെ പാകിസ്ഥാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നിരുന്നത്. പിന്നെ അവനക്കിപ്പോൾ നല്ല ജോലി, അത് കഴിഞ്ഞ് നല്ല ജോലി കിട്ടി, ഹൈറായ ജോലി കിട്ടി. പക്ഷെ അത് എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്ന് 2022 ജൂൺ 2 ചോറ്റൂരിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശിഹാബായിരുന്നില്ല. ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറാൻ തുടങ്ങി. ആളുകളൊക്കെ എന്നെ വിളിക്കുക, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റാണ്. ആളുകൾ എന്നെ വിളിക്കുക, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളതൊക്കെ. അതും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാ, നമുക്ക് പല രീതിയിലും നമുക്ക് ഇജ്ജത്ത് കിട്ടും, പല രീതിയിലും നമ്മളെ മുഖം മറ്റുള്ളവരെ അറിയും, പല രീതിയിലും. പക്ഷെ ഞാൻ എപ്പോഴും ആരൊക്കെ എന്നെ വിമർശിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ, ആരെന്ത് പറഞ്ഞാലും അള്ളാൻ്റെ റസൂലിൻ്റെ മദീനത്തേക്കും മക്കത്തേക്കും അള്ളാൻ്റെ വീടായ ഭവനമായ മക്കത്തേക്കും പോയിനല്ലേ എന്നെ വിമർശിക്കുന്നത്. അത് അവരും പഠിച്ചവനായിട്ടേക്കൊള്ളുന്ന ചിന്ത, നമ്മളെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഇന്നെ പറയുമ്പോൾ എനിക്ക് ഫീലിംഗ് ഉണ്ടാവില്ല, കാരണം എൻ്റെ മരവിച്ച മനസ്സായിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ എൻ്റെ ശരീരമൊക്കെ ഇതിലേക്ക് വാങ്ങിക്കുന്നു, ആരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ നടക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെ ഭയങ്കര വിഷമമായിരുന്നു. മരിച്ചുപോയ വല്യമാനൊക്കെ പറയാം. അപ്പോൾ ഉമ്മ അങ്ങനെ അവൻ്റെ അങ്ങനത്തെ ഒക്കെ വാക്കാ പറയാം, വാപ്പാൻ്റെ വാപ്പ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഖബറ് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഇതിനെക്കുറിച്ച്. അത് സത്യതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു ധാരണ എന്താണെന്നറിയോ, ഒരു ദരിദ്രനായി ഒരു ഒന്നുമല്ലാത്തൊരു ശിഹാബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഹജ്ജിന് പോയി വലിയ പൈസക്കാരനായി വലിയ ആളായി. അപ്പോൾ നല്ല ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ബ്രാൻഡഡൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഞാനൊരു കീര കുപ്പായിട്ട് കണ്ട് കരഞ്ഞ വീഡിയോന്റെ മുന്നിൽ വന്ന് എല്ലാവർക്കും ഇന്ന ഇഷ്ടേക്കാരം സഹതാപം തോന്നിയിട്ട്. അതാണ് പലരും ആഗ്രഹിക്കുന്നത്. നമ്മൾ വലിയ ടീഷർട്ട് ഒക്കെ ഇങ്ങനെ പോകുമ്പോ ഒന്നാമത് ഈ ആളുകൾ ഇങ്ങനെ സ്വീകരിക്കുന്ന കണ്ടത് തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ വളരുന്ന ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത അതന്നെ. നമ്മളെ മുന്നിലുള്ളവന്റെ വളർച്ചയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ നല്ല മനുഷ്യനാണ്. അതല്ല, നമ്മളെ മുന്നിലുള്ളവനെന്നും നമ്മളെക്കായി മുരടിക്കണം എന്നുള്ളൊരു തോന്നലുള്ളവരാകുമ്പോൾ നമ്മളും മേലേക്ക് പോകൂല, മുന്നിലുള്ളവനും പോകാത്തൊരവസ്ഥ ഉണ്ടാവും. വിമർശനങ്ങൾ അങ്ങനെ. പിന്നെ മറ്റൊരു ചോദ്യം, ഇപ്പോ ഭാര്യ ഗർഭിണിയായിരിക്കാണ് നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത്, അതായത് ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. അങ്ങനെ വരണം എന്നുള്ളതിൽ തന്നെ ഞങ്ങൾ കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അത് മോളാവുകയാണെന്നുണ്ടെങ്കിൽ കുമ്പോൾ കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞിരുന്നു, മോനാണ് ജനിക്കുന്നുണ്ടെങ്കിൽ ഇസ്മായിൽ എന്ന് പേരിടണം. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇസ്മായിൽ, മോളാണെങ്കിൽ ഹാജറ എന്ന് പേര്. അതന്നെ മോളാണ് കിട്ടിയത് രണ്ടാമത്തതും. പിന്നെ ഹാജറ, മിസിയ ഹാജറ എന്ന്. അതിലും ഒരു കഥ ഉണ്ട്. എന്റെ ഭാര്യ ഫസ്റ്റത്തെ കുട്ടീന്റെ പേര് മുഅ്മിന സൈനബ് എന്നാണ്, എന്റെ ഉമ്മാന്റെ പേര് സൈനബാണ്. ഈ മുഅ്മിന എന്നുള്ള പേര് വരാൻ കാരണം മക്കത്തൊരു ക്രെയിൻ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരു ക്രെയിൻ ബില്ലാദിൻ ഗ്രൂപ്പിന്റെ ഒരുപാട് പേര് മരിച്ചു. അന്ന് ഞാൻ സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ ആ ക്രെയിൻ അപകടത്തിൽ മരിച്ചൊരു പെൺകുട്ടിന്റെ പേര്, പാലക്കാടുള്ള ഒരു പെൺകുട്ടിന്റെ പേര് മുഅ്മിന എന്നായിരുന്നു. അന്ന് എന്നെ ജീവിതത്തിൽ ഭയങ്കര വിഷമിപ്പിച്ച, എൻ്റെ ആ സൗദിയിലത്തെ റൂമിലത്തെ തലക്കണിക്കറിയാം ഞാൻ എത്ര കണ്ണീര്. ഈ മുഅ്മിന ഒന്നും ഉണ്ടായിട്ടല്ല, അത് അങ്ങനെ പലരും ഉണ്ടാവും. ഞാൻ ചിന്തിച്ചത് ഇതാ, ഈ കയ്യിലടക്കം ഇങ്ങനെ ഈ വാർത്തകളൊക്കെ കേൾക്കും, അതിനെക്കുറിച്ച് ആളുകൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും. അവസാനമായിട്ട് സംസം വെള്ളം കുടിച്ച് മരിച്ചൊരു പെണ്ണ് കഅബത്തിങ്ങ ചെന്നിട്ട് മരിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഷഹീദായി മരിക്കുക എന്നുള്ളൊരു, അത് മുഅ്മിന എന്നുള്ളൊരു പേര്, ആ പേരിൻ്റെ മനസ്സിലങ്ങോട്ട്. അന്നിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞ് 6-7 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം. അപ്പോൾ അന്ന് ഞാൻ നിയത്താക്കുക, എനിക്കൊരു പെൺകുട്ടിയാണ് പിറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മുഅ്മിന എന്ന് പേരിടുന്നു. അങ്ങനെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞു,
ഒരു പെൺകുട്ടി ഉണ്ടായി. പെൺകുട്ടിക്ക് ഞാൻ മുഅ്മിന സൈനബ് എന്ന് പേരിട്ടു. എൻ്റെ ഉമ്മാൻ്റെ പേരും പാടെ കൂട്ടിയിട്ട് മുഅ്മിന എന്ന എൻ്റെ മോളെ പേര്. ഇപ്പോൾ രണ്ടാമത് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ ഇങ്ങനെ ഇസ്മായിൽ ഹാജറ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയാണ് ഹാജറ. മൂന്നാമത്തത് മദീനത്ത് നിന്നാണ്. അത് ഞങ്ങൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്നാണ് ഞാൻ പേരിട്ടത്. പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ സഹ്റ, ഫാത്തിമ ബീവിൻ്റെ പേരിടണം. അള്ളാഹു മൂന്നാമത്തെ കുട്ടീനെ എനിക്ക് പെൺകുട്ടി തന്നെ തന്നു, ഫാത്തിമ എന്നിട്ടു. അങ്ങനെ സൈനബി ഹാജറും ഫാത്തിമ ഒക്കെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചാലേ, ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന, ഇത്രയും സ്നേഹത്തിലുള്ള മനുഷ്യൻ, ഞാൻ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പല ആഘോഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ആൾക്കൂട്ടങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയ നിമിഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ വീട്ടുകാരെ മിസ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടും. ഞാൻ പഞ്ചാബിൽ 4 മാസം 8 ദിവസം നിന്നു, പാകിസ്ഥാൻ ബോർഡറിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉമ്മാനെയും ഭാര്യനെയും ഒന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാണാനുള്ളൊരു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചു. ഉമ്മ പറഞ്ഞു അങ്ങനെ കാണാനും പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ റാഹത്തായിരുന്നില്ലേന്ന്. ഭാര്യക്ക് വിളിച്ചു ഞാൻ. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പോകുന്നതിൻ്റെ തലേ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് ഞങ്ങൾ തഹജ്ജുദ് നിസ്കാരവും ഞങ്ങൾ തൗബൊക്കെ ചെയ്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ജീവിതത്തിൻ്റെ ഒരു അന്യന്തരം കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട ഒരു സാധനമാണല്ലോ ഹജ്ജ്. അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അത്രയും പ്രിപ്പയർ. എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇൻഷാ അല്ലാഹ് മദീനത്തെത്തും, മദീനത്ത് നിന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ എനിക്ക് മദീനത്തേക്ക് എൻ്റെ ഹാജറാനം കൊണ്ട് പച്ചക്കുബൻ്റെ താഴത്തു നിന്ന് എൻ്റെ ഹാജറാൻ എൻ്റെ കൈക്ക് തരുന്നത്. ഞാൻ മദീനത്ത് എത്തിയ സമയത്തോളം അവിടെ എത്തി. പഞ്ചാബിൽ നിന്ന് എന്നോട് പറയാം, മദീനത്തുനിന്ന് കാണാമെന്നാണല്ലോ നമ്മൾ. ഇനി 1 കൊല്ലമല്ല 4 മാസമൊക്കെ അവിടെ നിന്ന സമയത്ത് അത്രയും മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള സമയത്ത് എൻ്റെ ഭാര്യൻ്റെ ആ ഒരു ഇതാ പറഞ്ഞത്, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിന് ഒരു ഏറ്റവും ഉദാഹരണമാണ്. അന്ന് എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോഴും ഭാര്യ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ മദീനത്ത് നിന്ന് കാണാൻ നമ്മൾ പറഞ്ഞതല്ല, നമുക്ക് മദീനത്ത് നിന്ന് കാണാം, അള്ളാഹു നിങ്ങളവിടെ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് 9ാമത്തെ 10ാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടുക. ഭയങ്കര ചരിത്രമാണ്, ഭയങ്കര രസമുള്ള ചരിത്രമാണ്. അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈ കുടുംബത്തിനായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് തന്നെ മനസ്സിലാക്കാം, എപ്പോഴെങ്കിലും തിരിച്ചു പോരണോന്ന് ചിന്തിച്ചതല്ല, ഇവരെങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് അതുപോലും വേണ്ടെന്ന് പറയുന്ന സപ്പോർട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാവുമ്പോൾ നമ്മളെപ്പോഴും തവക്കൽത്തുള്ള. പിന്നെ ആദ്യത്തെ ഹദം ഞാൻ പറഞ്ഞില്ലേ, ഈ 30ാമത്തെ വയസ്സിൽ മദീനത്തേക്ക് നടന്നു പോകണമെന്ന് ഇന്നും നിലത്തെ ഒരു ആഗ്രഹമായിരുന്നില്ല. അതായത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം. എൻ്റെ കൂടെ പഠിച്ച സാജിദ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, അവൻ്റെ ഉപ്പാക്കും അവൻ്റെ ഉമ്മാക്കും ഒക്കെ അറിയാം ഞാൻ മക്കത്തേക്ക് എങ്ങനെ ഓല് ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഓലോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ നിങ്ങൾ പോയി വന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇസ്ലാമിക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണല്ലോ വരുന്നത്. എൻ്റെ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയും കഷ്ടപ്പെട്ട് അങ്ങനെ ഇബാദത്തും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു ഉമ്മ. അപ്പോൾ നമ്മൾ ഈ വീട്ടിലൊക്കെ മദീനത്തിൻ്റെ ഫോട്ടോയും കഅബത്തിൻ്റെ ഫോട്ടോയും ഇതെന്താ ചെറുപ്പം മുതൽ നമ്മൾ ഇത് കണ്ടു വളരുന്ന ആൾക്കാരാണ്. പിന്നെയാണ് ഒരു തിരിച്ചറിവൊക്കെ വരുന്ന സമയത്ത് പ്രഭാഷണങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് മദീനത്തേക്ക് നടന്നു പോയ ഒരു കുട്ടിൻ്റെ പ്രഭാഷണം സിംസാർല കുദവി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനെ ഇങ്ങനെ നമ്മളെന്തോ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമുക്കിങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടുക. പല ഡിസിഷനും ജീവിതത്തിൽ എടുക്കാനുള്ള പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ലൊരു ബിസിനസ് ചെയ്യായിരുന്നു ഞാൻ. 19 ലക്ഷം റുപ്യ വാല്യൂ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ നാട്ടിൽ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളായിരുന്നു. അതുപോലെ കല്ല് വെട്ടുന്ന കോറിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബിസിനസ്. സാമ്പത്തികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിമർശകരൊക്കെ ഒരു പ്രതിഫലനായ ഷിയാബ് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. എൻ്റെ മുൻകാല ജീവിതം എൻ്റെ നാട്, എൻ്റെ മഹല്ല്, എൻ്റെ കമ്മിറ്റി, നമ്മളെ മഹല്ലിലെ ഉസ്താദ്മാർ, എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ, ഇവർക്കൊക്കെയുള്ള അറിയാം. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ വെൽ സെറ്റിൽഡ് ആയിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയതായിട്ട് പറയല്ല, എൻ്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള മെയിൻ കാരണം എൻ്റെ യാത്രയാണ്. എൻ്റെ മക്കൾ, എൻ്റെ വീട്, ഒരു കടുക് മുതൽ പമ്പേഴ്സ് വരെ എൻ്റെ ഉമ്മ എൻ്റെ വീട്ടുകാരോ ഒരാളെ മുന്നിലും കൈ നീട്ടാൻ പാടില്ല നിർബന്ധ ബുദ്ധിയായിരുന്നു എനിക്ക്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് പ്രോഫിറ്റ് അല്ല എനിക്ക് വേണ്ടത്. ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഞാൻ പോകുന്നതിലിടക്ക് തിരിച്ച് അവിടെ പരിപ്പ് കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. അതായത് കടുക് മുതൽ എൻ്റെ കുട്ടികൾ ഉപയോഗിക്കണ സ്നഗ്ഗി വരെ എന്ത് ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കറക്റ്റ് അവിടെ എത്തണം. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ദേശം അതായിരുന്നു. അതായത് പക്കാ പ്ലാനിൽ തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ പോയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്ര വലിയൊരു ആൾക്കൂട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അത്ര ആൾക്കൂട്ടം പുറത്തുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒറ്റക്കായി പോകേണ്ട ഒരു സാഹചര്യം ഏതെങ്കിലും നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമികളിലോ മറ്റൊക്കെ ഒറ്റക്കായി പോകേണ്ട ഒരു അവസ്ഥ തോന്നുന്നു. ഈ ഇന്ത്യ കഴിഞ്ഞിട്ട് പാകിസ്ഥാനാണല്ലോ, 4 മാസം 8 ദിവസമാണ് ഞാൻ ബോർഡറിൽ എന്നോട് ഇരുന്നത്.
അന്ന് പലരും എന്നോട് തിരിച്ചു പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഉസ്താദ് ഉണ്ട് അവിടുത്തെ, ആളുകളൊക്കെ വിചാരിച്ച അയാൾ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ സത്യം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, അയാൾ സ്വയം ഫേസ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിൽ ആളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്ന ആളൊക്കെ. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞിട്ട് കല്ലുമ്മ എഴുതി വെച്ചോളി, പാകിസ്ഥാനിലേക്ക് കയറൂല, നിങ്ങൾ ഞങ്ങളിമ്പാടെ ഇത് സമയം വേസ്റ്റ് ആക്കരുത്, നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം. അപ്പോഴൊക്കെ ഞാൻ തവക്കൽ തൊലതാണ്, ഞാൻ നിയത്താക്കി ഇറങ്ങിയൊരു സാധനം ഉണ്ടല്ലോ എനിക്ക്, അത് ആരെ മുന്നിൽ അടിയറവ് വെക്കാൻ ഞാൻ തയ്യാറല്ല. പറയേണ്ടവരവിടെ പറയും, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ ട്രാൻസിറ്റ് വിസ കിട്ടുകയാണ് എനിക്ക്. ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറാണ്. അങ്ങനെ എൻട്രി കിട്ടി 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആവണം എന്നാണ്. അതായത് ട്രാൻസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും. ഞാൻ യാത്ര പോകുന്നതിന് മുമ്പ് എടുത്ത പെർമിഷൻ ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസക്ക് ഇങ്ങനൊരു ഡിപ്ലോമാറ്റിക് ലെവലിൽ അറിയപ്പെട്ടൊരു ആൾ എന്നുള്ളതിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പോലും പറഞ്ഞത് എന്നോട്, പിന്നെ പാകിസ്ഥാനിൽ വാഗ ബോർഡർ വഴി എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 4 മാസം 8 ദിവസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറും 9ാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടും. കാരണം എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഹൈക്കമ്മീഷനിലുണ്ടല്ലോ പാകിസ്ഥാൻ. എൻട്രി ചെയ്ത് അതേ ബോർഡർ വഴി ഈ വിസന്റെ കാലാവധി കഴിഞ്ഞതിന് മുമ്പ് റിട്ടേൺ ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളതാണ് ടൂറിസ്റ്റ് വിസന്റെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കരാർ. അത് നമ്മൾ പാലിക്കൽ നമ്മളെ നിർബന്ധം. പക്ഷെ എൻ്റെ പർപ്പസ് ഒരിക്കലും കറങ്ങാൻ പോകല്ലോ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ. എനിക്ക് ട്രാൻസിറ്റ് ചെയ്യണം, അവിടുന്ന് എനിക്ക് ഇറാനിലേക്ക് പോകണം, ഇറാഖിലേക്ക് പോകണം, കുവൈത്ത് കടന്ന് സൗദി അറേബ്യ എത്തണം. അതാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പ്ലാനല്ലേ, നമ്മൾ പ്രിപ്പയർഡ് ആണല്ലോ അതിന്. അതാണല്ലോ നമ്മളെ ലക്ഷ്യം. പാകിസ്ഥാൻ ഇതിൽ വഴിയിൽ പാകിസ്ഥാൻ വന്നത് എൻ്റെ തെറ്റല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റൊന്നുമല്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് അള്ളാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ പാകിസ്ഥാൻ ഇറാനൊക്കെ ഉണ്ട്, ബോർഡേഴ്സ് മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ. പക്ഷെ അതിജീവിക്കും, പാകിസ്ഥാനിൽ കാല് കുത്തും, 2 റക്അത്തെങ്കിലും നിസ്കരിക്കും എന്നൊക്കെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടുണ്ട്. എത്ര ദിവസം പാകിസ്ഥാനിൽ? 3 ദിവസമാണ്. 72 മണിക്കൂറാണ് എനിക്ക് നടക്കാൻ പോലും സമ്മതിച്ചത് വിസ, ട്രാൻസിറ്റ് വിസന്റെ കാലാവധി. പക്ഷെ അവരെന്നോട് കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ എഗ്രിമെന്റ് തയ്യാറാക്കാൻ ഞങ്ങൾ അവസാനമായിട്ട് എഗ്രിമെന്റ് തയ്യാറാക്കി, എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദിയല്ല. പാകിസ്ഥാനിൽ എൻട്രി ചെയ്താൽ ജീവഹാനി സംഭവിച്ചാലും അവർ ഉത്തരവാദിയല്ല. അന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല പാകിസ്ഥാനിൽ കയറുമ്പോൾ. എൻ്റെ ജ്യേഷ്ഠനും ഞാനും സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുത്ത പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ട്രാൻസിറ്റ് വിസ കിട്ടുന്നത്. പാസ്പോർട്ടിൽ ഇന്നും ട്രാൻസിറ്റ് വിസയിലുണ്ട്. ഈ വിസയിൽ തന്നെ 72 മണിക്കൂറാണ് അതിൻ്റെ സമയം. ഇത് കയറി എൻട്രി അതിൻ്റെ ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അതായത് അവിടുത്തെ സിറ്റുവേഷനുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അവർ ഉദ്ദേശിച്ച സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും നമുക്ക് ആ ഒരു കടക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഇതൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ട്, കാരണം തിരിച്ചു വരാൻ പോയ ആളൊന്നുമല്ലല്ലോ, നമ്മൾ ഒപ്പിട്ടിട്ട് തന്നെ കടന്നത്. പക്ഷെ 18 കിലോമീറ്ററോളം വാഗ സിറ്റി മുതൽ ലാഹോർ വരെ റോഡ് ബ്ലോക്കായി. അവിടെ അത്ര ആളുകൾ നമ്മൾ കാത്തിരിക്കാനും, മിലിറ്ററി ആളുകൾ, ഒരു അൺകൺട്രോൾ ക്രൗഡായിരുന്നു അവിടെ. നമ്മളെ നാട്ടിലൊക്കെ ഇതിൻ്റെ സെയിം ഹൈറ്റിലുള്ള ആളുകൾ നമ്മളെ കൂടെ ക്രൗഡ് ആകുമ്പോൾ പാകിസ്ഥാനിൽ നമ്മളെക്കായി ഉയരം കൂടിയ ആളുകൾ നമുക്കൊന്നും നടക്കാനോ ഒന്ന് വെള്ളം കുടിക്കാനും പോലും പറ്റാത്ത അത്ര സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു സ്പിരിച്വൽ ഇതേക്കാരം ഒരു. ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നു. ഞാൻ പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ വാർത്തകളിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായ ചർച്ചകൾ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണുന്ന ഒരു പാകിസ്ഥാൻ എന്നാൽ ഗ്രേഗ് മോർട്ടിസിന്റെ ഒരു പുസ്തകമുണ്ട്, 3 കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിൽ അമേരിക്കക്കാരനായ ഒരാളവിടെ മൗണ്ടെയിൻ കയറാൻ പോകുന്നതും വഴി തെറ്റിയിട്ട് പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തേക്ക് എത്തിച്ചേരാണ് ഒപ്പര്. അവിടുത്തെ സിറ്റുവേഷനെ കണ്ടിട്ട് പാകിസ്ഥാനിൽ കുറെ കാലം താമസിക്കുക, അവിടെ പെൺകുട്ടിക്ക് സ്കൂൾ ഉണ്ടായി കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ കാണുന്ന പാകിസ്ഥാനേ അല്ല പുസ്തകത്തിലെ പാകിസ്ഥാൻ. അതിൽ 3 കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ തന്നെ കാരണം ആ ഗ്രാമത്തിന്റെ മുഖ്യൻ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആദ്യ തവണ ഞങ്ങളുടെ കൂടെ ചായ കുടിക്കുമ്പോൾ നിങ്ങളൊരു അപരിചിതനാണ്, 2ാമത്തെ തവണ ഞങ്ങളോട് ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ അതിഥിയാണ്, 3ാമത്തെ തവണ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയാണ്, ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും പറയുന്ന. അങ്ങനെ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ കാണാനോ വലിയ കൊതി വരും. അപ്പോൾ പാകിസ്ഥാനിലെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാനിലെ മനുഷ്യർ എങ്ങനെയാണ് അവിടെ? അതിൽ നമ്മളെ ഇപ്പോൾ ഒരു ഹിന്ദിയിൽ ഉറുദുവിലൊരു വേർഡ് ഉണ്ട്, മെഹമാൻ നവാസി. അതായത് അതിഥികളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇറാൻ ആവട്ടെ പാകിസ്ഥാൻ ആവട്ടെ, നമ്മളൊരു കേരളം കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കർണാടകൻ്റെ ഒരു പകുതി കഴിഞ്ഞാൽ മുതൽ നമുക്ക് ഈ ഒരു കൾച്ചർ നമ്മളെ കാശ്മീരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന, അതായത് കൾച്ചർ ബേസ്, അതിഥികളെ സ്വീകരിക്കാൻ കാശ്മീരിൽ ഇവിടുന്ന് ടൂർ പോകുന്ന ആളുകളൊക്കെ ഒരിക്കലും അവരെന്തല്ല, നമ്മളൊരു അന്യരായിട്ട് അവർ കാണൂല. കാശ്മീർ ഭക്ഷണം കൊണ്ടും സുലഭമായ ഭക്ഷണം, അവർ തിന്നുന്നതിനേക്കാൾ ഒന്നും പാടെ എക്സ്ട്രാ നമ്മളെ കൊണ്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ കർണാടക കഴിഞ്ഞ മുതൽ തന്നെ നമുക്കൊരു നോർത്തിൻ്റെ ഒരു ഫീലിങ്സ് ആണത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാലേ 148 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ
6 രാജ്യങ്ങളിലാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ. പാകിസ്ഥാന് 3 ദിവസമേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല. 3-ാമത്തെ ദിവസം അവർ പറയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്നാണ് ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ എക്സ് മിനിസ്റ്റർ കാലിൽ വെടികൊണ്ട് ഞാനന്ന് പാകിസ്ഥാനിലുള്ള സമയമാണത്. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ട് സ്വന്തം എക്സ് മിനിസ്റ്റർക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റാത്ത അവര് ഇന്ത്യക്കാരനായ, അതും കേരളക്കാരനായ, ഒരു എത്തും പിടിയില്ലാത്ത ഒരു സാധാരണക്കാരനായ, ലോകം കണ്ട് പരിചയമില്ലാത്ത എങ്ങനെ അത് ഏറ്റവും അവരൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള അവർ ഇതിലൊക്കെ പേപ്പറിൽ മെൻഷൻ ചെയ്തൊരു കാര്യം ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രവിശ്യ അവിടുത്തെ ഗവൺമെന്റിന് അംഗീകരിക്കാത്ത ഒരു തരം ജനങ്ങളാണ്. എനിക്കല്ലാത്തോടത്ത് ലാഹോറിലും കറാച്ചിയിലും ഒക്കെ എനിക്ക് മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് 140ഓളം വീടുകൾ എനിക്ക് പെർമിഷനൊക്കെ ഹൈക്കോർട്ടിലൊക്കെ അവർ സ്വയം ഞാൻ അറിയാതെ പോയിട്ടുണ്ട് അപ്പീൽ എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ വിസ തരുന്നില്ല? പക്ഷെ ഞങ്ങളുടെ ഇടയിൽ എന്തുണ്ട്, കറക്റ്റ് ധാരണ ഉണ്ട്. 90 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയകൾക്ക് ഫേസ് കൊടുക്കരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട്. ഇത് അവരെ കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാണ്, ഇത് ദിവസം കൂടി പോവുക ചെയ്യുന്നത്. ഈ 90 ദിവസം 4 മാസമായി. 3 മാസമുള്ളത് പിന്നെ 4 മാസം 8 ദിവസം, 1 മാസം 8 ദിവസം ഇങ്ങനത്തെ ആളുകൾ, അതായത് ഇന്ത്യയിലുള്ള ചില ആളുകൾ പ്രസംഗത്തിലൂടെ പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു നാടാണെന്നുണ്ടെങ്കിലും പിന്നെ പഞ്ചാബിൽ നിന്നൊരാൾ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇത്രയും വൃത്തികെട്ട ഒരു നാട്, ഒരു മുസ്ലിം ഹജ്ജിന് പോകുമ്പോൾ ഇതാക്കുന്ന ഒരു നാട് എന്ന് പറഞ്ഞിട്ട് അത് കാരണത്താൽ എനിക്ക് കുറേ ദിവസം അവർ ആ ഒരു ക്ലിയറൻസ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആ സമയത്ത് ആളുകൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ തമ്മിലൊരു ധാരണയിലായിരുന്നു. എന്ത്, ഒരു കാരണവശാലും മീഡിയക്ക് ഫേസ് കൊടുക്കാൻ പാടില്ല. നമുക്ക് തന്നെ ഇവിടെ പ്രശ്നം, എന്ത് പറ്റി അയാള് സമയത്ത് ഞങ്ങൾ ഇവിടെ അതൊക്കെയാണ് എന്താണ് പറ്റിയ വീഡിയോസ് ഒന്നും കാണുന്നില്ല, എന്ത് പറ്റി, നമുക്ക് തന്നെ വേവലാതിയായിരുന്നു ഇവിടെ. ആ ഒരു 4 മാസമായിരുന്നു അത് അവരുമായിട്ടുള്ള ഒരു ചർച്ചന്റെ. ഇന്ത്യൻ എംബസിയും എസ് ജയശങ്കർ ആണല്ലോ വിദേശകാര്യ മന്ത്രി, അവരുമായി ബന്ധപ്പെട്ട ഓഫീസ് സ്റ്റാഫുകളും നമ്മളായിട്ടുള്ള കറക്റ്റ് നമ്മൾ നിയമത്തിന്റെ രീതിയിലേ നമ്മൾ പോയിട്ടുള്ളൂ. ആളുകളെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആളുകളെ മനസ്സിൽ ഇങ്ങനെ കയറിയ ഒരു ഇഷ്ടം മദീനയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുമായിരിക്കല്ല പുറത്തുള്ള നോർത്തിലുള്ള ആളുകൾ, അവർക്ക് ഒരു ഇഷ്ക് കൂടുതലാണ് മദീനയോടായാലും. അപ്പം നമ്മളൊരു മദീന എന്ന് പറഞ്ഞാൽ തന്നെ അവരെ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങും. നമുക്കില്ലാത്തൊരു തരം ഈമാൻ അവർക്ക്. നമുക്ക് ഇൽമുണ്ട്, ഈമാൻ കുറവാണ്. ഇഷ്ക് കൂടുതലാണ്, അവർക്ക് ഈമാൻ ഉണ്ട്, ഇൽമു കുറവാണ്, കോമൺ സെൻസ് കുറവാണ്. അതൊക്കെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാലോ. ഞാൻ അവരിൽ കൂടുതൽ സമയം അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവർക്ക് കോമൺ സെൻസ് ഇല്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് അവർ തൻ്റെ കാര്യം ചെയ്യാതിരിക്കില്ല. പിന്നെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റമദാൻ മാസം 1 ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ ഞാൻ അതുവരെ പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ പള്ളിയിൽ കുറച്ച് കാരണന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പള്ളീൻ്റെ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓല് ഇനിയിപ്പോൾ ഞാൻ പള്ളിക്ക് റമദാൻ മാസമായിട്ട് വന്നോ എന്ന് വിചാരിച്ചു വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ പേരിൽ പോയിട്ട് ഇഷ്ടം പോയിട്ട് നിസ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ പള്ളിക്ക് കയറാത്തൊരു സാഹചര്യം. എനിക്കെന്താണ് ഒരു കോമൺ ആയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ സെൻസ് അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരും കൂടി ചിന്തിച്ചിട്ട് ഞാൻ ഇപ്പോൾ വലിയൊരു നിസ്കാരക്കാരത്തി ആവാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത വരും, അല്ലെങ്കിൽ റമദാൻ മാസം നന്നായി എന്നുള്ളൊരിത് വരുമോ എന്ന് തോന്നാണ്. പോലെ അങ്ങനെയല്ല. പിന്നെ പോലത്തെ ഒരാൾ കിട്ടുമ്പോൾ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രോഗ്രാമിലാണോ, സ്റ്റേജിലാണോ, അല്ലെങ്കിൽ വലിയ ആലിമിൻ്റെ മുന്നിലാണോ, സെയ്തന്മാരുടെ മുന്നിലാണോ എന്നൊന്നുമില്ല. ഓല് വന്ന് ഓൽക്ക് ക്യാമറ ഓൺ ആക്കി ഫോട്ടോ പിടിക്കണം. മറ്റുള്ള ചുറ്റിനുള്ളതൊന്നും അവർക്ക് പറഞ്ഞ ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. അത് അവർക്ക് അവർ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായിരിക്കാം, പക്ഷെ അവർ ഹൃദയം ഭയങ്കര ഇതാണ്, നിഷ്കളങ്കമായ ഹൃദയമുള്ള ആൾക്കാരാണ്. അത് അവരെ മെഹമാൻ നവാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേർഡാണ്. അവർ അതിഥികളെ സ്വീകരിക്കുന്ന സംഭവത്തിലാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യൻ്റെ ഒരു കൾച്ചർ ഞാൻ പഠിച്ചത്. ഓരോ ദിവസം പുതിയ പുതിയ മുഖങ്ങൾ, പുതിയ പുതിയ വസ്ത്രം ധരിച്ച പലതരത്തിലുള്ള വസ്ത്രധാരണയാണല്ലോ. ഓരോ പല ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ ഭക്ഷണം, പുതിയ കാലാവസ്ഥ, പുതിയ ജനങ്ങൾ, പുതിയ ഭാഷ, പുതിയ പ്രൊണൗൺസിയേഷന്, പുതിയ സ്ലാങ്ങിലാണല്ലോ പുതിയ ഭക്ഷണങ്ങൾ. ഇത് എന്നും ഞാനിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ദിവസം ഞാൻ നടന്നിട്ടാണ് പോകുന്നത്, വണ്ടിയിൽ പോകുന്ന ആളുകളുമായിരിക്കല്ല ഞാൻ. എല്ലാം ടച്ച് ചെയ്ത് ഹേർട്ട് ചെയ്തിട്ട്. അതാണ് ആളുകൾക്ക് ഇന്ന് അത്ര കണ്ട് അറ്റാച്ച് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരിലൂടെയാണ് സഞ്ചരിക്കും. മറ്റൊരാൾ വണ്ടി പോകുമ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മളൊരു പൊസിഷന്, അവിടുന്ന് നമ്മളെ ഡെസ്റ്റിനേഷന്, ഇതിൻ്റെ ഇടയിലുള്ളതൊന്നും. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ കൾച്ചറും ഫീൽ ചെയ്ത് നടക്കാൻ ഏറ്റവും കൂടുതൽ നടന്ന രാജ്യമാണ് ഇന്ത്യ. 3000 ചില്ലറ 4000-ഓളം അടുത്ത കിലോമീറ്റർ നടന്നു, 3 ചില്ലറ മാസം പിടിച്ചു. അപ്പം ഞാനിവിടുന്ന് ഇറങ്ങി ഞാൻ പഞ്ചാബിലേക്ക് എത്തുന്നതിന് മുമ്പേ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ കൾച്ചറും മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഭാഷകളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഉറുദൊക്കെ എനിക്ക് അത്യാവശ്യം പിടിച്ചെടുക്കാനുള്ള ഉറുദു അറിയുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷെ യാത്രയിൽ ഇങ്ങനെ ഞാൻ ഇവരിലൂടെ നടന്ന് സംസാരിച്ച്
അവർ പോലീസുമായിട്ട് സംസാരിക്കും. പിന്നെ ആദ്യമൊക്കെ എൻ്റെ പ്ലാനിൽ ഞാൻ എഴുതി വെച്ച പ്ലാനിലാണല്ലോ. 2022 ജൂണിൻ്റെ മുന്നേ ഞാൻ ഇറങ്ങുന്ന മുന്നേ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്ത്, നിങ്ങൾ ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എവിടേക്കാരെന്ന്. അപ്പം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നുണ്ട്. ഒരു മാസവും ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കേക്കാരം, ഇന്ന സ്ഥലത്ത് വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കേക്കാരം എന്ന് പറയാം. അത്രയും ഞാൻ പഠിച്ചിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. മാനുവലായിട്ട് എങ്ങനെ പോകണം, എത്ര കിലോമീറ്റർ നടക്കണം, ആ നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ കാലാവസ്ഥ മഞ്ഞാണോ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചത് മാത്രമല്ല, മാനുവലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒക്കെ മാഹോല് മാറിപ്പോയി. ആളുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇതിങ്ങോട്ട് പബ്ലിക്കായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതൊന്നും ഞാൻ വിളിച്ചു വരുത്തിയ. പലരും പറഞ്ഞു ഷിയാബ് യൂട്യൂബിൻ്റെ ആളുകളെ കൊണ്ടുപോയെന്ന്. ഇന്ന് ഒരാൾ ഇന്ന് അവർ വന്നുകൊണ്ട് പറയുന്നില്ലല്ലോ ഇന്ന ഷിയാബ് കൊണ്ടുപോയതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാൾക്ക് എന്താണോ അതിൻ്റെ കണ്ടന്റ്, അന്ന് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ പുറകെ വന്നിട്ട് അവർ കണ്ടന്റ് ഇടും, അവർക്ക് റീച്ച് ഉണ്ട്. അവരൊന്നും ഞാൻ മുൻപരിചയമുള്ള ആളുകളല്ല. എൻ്റെ യാത്രേൻ്റെ സീക്രട്ടൊന്നും ഞാൻ ഒരാൾക്കും പങ്കുവെച്ചിട്ടില്ല. ഞാനും റബ്ബും ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളല്ലാത്ത എൻ്റെ ജ്യേഷ്ഠൻ പോലത്തെ ആളുകളല്ലാത്ത ഒരാൾക്കും നമ്മളിത് സീക്രട്ടൊന്നും വിട്ടില്ല. പിന്നെ അതിങ്ങനെ പബ്ലിക്കായപ്പോൾ എനിക്ക് മനസ്സിലായി. പോലീസുകാർ പറയാൻ തുടങ്ങി ഇന്ന് 35 നടക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇന്ന് 20 നടന്നിട്ട് ഇന്ന സ്ഥലമുണ്ട് അവിടെ നിൽക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഡേഞ്ചർ ആട്ടോ എന്ന് എൻ്റെ കൺട്രോളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു. അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം മാറുക, ഞാൻ പറയാനത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ യാത്രയിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ, ഇന്നമൽ ആമാലു പിന്നെ നെയ്യത്തൊന്ന് ശരിയാക്കിയിട്ട് മക്കത്തുക്ക് മതിയെന്തും എനിക്ക് നടന്നു പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ റബ്ബ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷയുടെ. നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ ട്രാൻസ്ലേറ്റർമാരോ വേറെ ആളുകളൊന്നുമില്ല, പല ഭാഷകൾ സംസാരിക്കുന്ന പല നാടുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയെ ഇപ്പോൾ ഇതുപോലെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നു, ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു, അവരുടെ ഭാഷ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് മുന്നിലുള്ള ഒരു സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണം മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്നേഹത്തിന്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് സ്നേഹത്തിന്റെ ഒരു സംഭാഷണമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല? സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ എല്ലാം സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഷ ഫാർസിയാണ്, നിങ്ങളൊരു ഇറാനിയൻ പൗരനാണ്, ഞാൻ നിങ്ങളെ മുന്നിൽ അതിഥിയായിട്ട് എത്തുകയാണ്. നിങ്ങളെ ഫാർസി എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അവിടെ ഞാൻ ഇരുന്നിട്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് ഞാൻ ആ സഹതാപത്തോടെ നിങ്ങളെ കണ്ണിൽ നോക്കിയിട്ട് കഴിക്കണ ഒരു സ്നേഹവും, ഞാൻ ഫാർസി അറിഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തിയിട്ട് സംസാരിക്കുന്ന സ്നേഹവും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു തുല്യമില്ലാത്തൊരു അതിരില്ലാത്തൊരു സ്നേഹം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു സഹതാപ സ്നേഹം എന്നൊക്കെ പറയില്ലേ, പാവം മഹാപാവം മൃഗങ്ങൾക്ക് പൂച്ചക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന പോലെ അവരെ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ആക്ഷൻ കാണിക്കാൻ എനിക്ക് ഒതു കൊടുക്കണം, ഇങ്ങനെ മുഖം കഴുകണം, ഒതു കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, ഭക്ഷണം വേണമെന്നൊക്കെ ആക്ഷൻ കാണിച്ച് ഏത് നാട്ടിലത്തെ ആളുകൾക്കും മനസ്സിലാവും. അത് നമ്മളെടുത്ത് അള്ളാഹു നമുക്കൊരു സിഗ്നേച്ചർ ലാംഗ്വേജ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ആക്ഷനാണ്. ഈ ആക്ഷനിൽ ഏത് കാര്യം നമുക്ക് കോൺവെർസേഷൻ ചെയ്യാം. മുണ്ടാൻ പറ്റാത്ത ആളുകൾ സംസാരിക്കുന്നില്ലേ, അവരുടേതായ രീതി അവർ ആക്ഷനിലൂടെ ഉപയോഗിക്കുന്നില്ലേ. അത് ഏത് ബുദ്ധിയുള്ള മുണ്ടാൻ വയ്ക്കുന്ന ആളുകൾക്കും സാധാരണക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണിച്ചാൽ ഭക്ഷണത്തിനാണ്, ഇങ്ങനെ കാണിച്ചാൽ ഒതു കൊടുക്കാനാണ്, നിസ്കരിക്കാനാണെന്ന് തിരിച്ചറിയും. അത് നമുക്ക് അള്ളാഹു സിഗ്നേച്ചറായിട്ട് തന്നൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. ഇത് എൻ്റെ യാത്രേൻ്റെ മുന്നേ ഞാൻ ഭാഷകൾ പഠിക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്നത് ഉബൈദ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. മൂപ്പരിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതുപോലെ ഹിന്ദി, ഓരോന്നിനും ഓരോ ട്രെയിൻ ചെയ്ത് ഭാഷകൾ 7ഓളം ഭാഷകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഫാർസിയിൽ എനിക്ക് അത്യാവശ്യം നിലനിൽക്കേണ്ട ഷാലോം, ഹോബി എന്നൊക്കെ പറഞ്ഞ ചില വേർഡുകളുണ്ട്, അവിടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതില്ലെങ്കിൽ അവർ നമ്മളോട് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള തരത്തിലുള്ള കുറച്ച് വേർഡുകളുണ്ട് അവിടെ. അത് നമ്മളൊരാളെ അഭിമുഖീകരിക്കുമ്പോൾ ഫസ്റ്റ് ഷാലോം എന്ന് പറയുന്നത്, നമ്മളെ അസ്സലാമു അലൈക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഞാൻ ആദ്യം പഠിച്ചു. ഷാലോം എന്ന് പറയാം, ഷാലോം എന്ന് പറയും, അഭിവാദനം. അവര് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് സലാമൊക്കെ പറയുള്ളൂ. നമ്മളെ നാട്ടിലെ പോലെ അസ്സലാമു അലൈക്കും എന്ന് ഫസ്റ്റ് പറയുന്ന ഒരു സിസ്റ്റം അല്ല. പിന്നെ ഹൂബി എന്ത് പല കാര്യങ്ങളും അങ്ങനത്തെ പ്രത്യേക മാപ്പ് കെട്ട വേർഡുകളൊക്കെ ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിലൂടെ ഒക്കെ ചെന്നിട്ട് ഇങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്ത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെ പൂച്ച ചാടിയാലും 4 കാല് കുത്തി ചാടും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ ഒരു ഇന്ത്യ പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ വേർക്കാതായി. ഞാൻ എത്ര നടന്നാലും വേർക്കൂല, കിതക്കൂല, എത്ര നടന്നാലും കിതക്കൂല, വേർക്കൂല. എനിക്കൊരു ജോലി ചെയ്തും കൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ സാധിക്കും. എത്ര 35 അല്ലെങ്കിൽ 64 കിലോമീറ്റർ ഞാൻ സൗദി അറേബ്യയിൽ ഒരു ദിവസം നടന്നിട്ടുണ്ട്. കണ്ടിന്യൂസിലല്ല, റെസ്റ്റ് എടുത്തിട്ട് ഒന്നും കിട്ടാത്തൊരു മരുഭൂമി സ്ഥലത്തുനിന്ന് റമദാൻ മാസം നോമ്പ് നോറ്റിട്ട്
അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ. അവർക്ക് നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എത്താം. പക്ഷെ ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ വേർക്കൂല, കിതക്കൂല, അതൊക്കെ ഇങ്ങനെ സെറ്റായി ശരീരം കണ്ട ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പൊ നിങ്ങള് ഞാൻ അടിക്കാർ ചോദിക്കണ കരുത്, ഇപ്പൊ നമ്മൾ ഈ ഇറങ്ങുന്നതിന് മുമ്പ് വല്ല ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ദിവസം ഞാനും എന്റെ ഭാര്യ അന്ന് ഗർഭിണിയാണ്. ഞാനും എന്റെ ഭാര്യ ഒരു ദിവസം 8 കിലോമീറ്റർ ഒക്കെ നടക്കും. രാവിലെ നടക്കാൻ പോകും. അതിന്റെ പെങ്ങളെ വീട്ടിലേക്ക് 8 കിലോമീറ്ററാണ് പെങ്ങളെ വീട്ടിൽ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് പെങ്ങളെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളങ്ങനെ റോഡിന്റെ അരികിൽ കൂടെ നല്ല സെൽഫ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ജിമ്മ് കാര്യങ്ങൾ അങ്ങനത്തതൊന്നുമില്ല. നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം, സൂപ്പർ മാർക്കറ്റ് ആണല്ലോ നമുക്ക്. പിന്നെ വണ്ടിയൊന്നും ഇല്ലാതെ നടക്കും, തിരിച്ചു നടക്കും. ചോറുന്നാൻ വരലില്ല, ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല. പക്ഷെ ഇതിന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ വരലെടുത്തി. പിന്നെ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കും. പിന്നെ വൈകുന്നേരം വെയിലാറിയാൽ വീണ്ടും വരും. പിന്നെ കട അടച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോകും. ഇതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പകർത്തിയിരുന്നു. വണ്ടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞാൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും എത്തിയ സമയത്ത് നമുക്ക് കാറുണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു. R15 ഒക്കെ ഞാൻ ഒഴിവാക്കി. ഫസ്റ്റ് എൻ്റെ അമ്മായിൻ്റെ മോനിക്ക് കൊടുത്തു. കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞു ഇജ്ജെടുത്തോ, ഉപയോഗിച്ചോ, എനിക്കിനി ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ തിരിച്ചു വരുമെന്ന് അറിയില്ലല്ലോ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലുണ്ടായിരുന്ന 10 സെൻറ്റ് സ്ഥലം വരെ എൻ്റെ ഉമ്മാൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ്റെ ജ്യേഷ്ഠൻ്റെയും പേരിൽ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ ഭാര്യമാരെ പേരിലാക്കിയിരുന്നു. അപ്പോൾ ഉമ്മാക്ക് വരെ എന്തുണ്ട്, ആ ഒരു ഈമാനിക ഇതുണ്ടല്ലോ, ഒരു ചിലപ്പോൾ എൻ്റെ തിരിച്ചു വരൂലെങ്കിലോ അതിൻ്റെ ഫീലിങ്ങും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരു വശം. സംഭവിച്ചാൽ ഇവൻ്റെ കുടുംബം വഴിയാധാരാവരുത്, ഓനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണ് വഴിയാധാരാവരുത്, ഓളെ വാപ്പ നിക്കാ ചെയ്തിട്ട് ഇന്നെ ഏൽപ്പിച്ചത് അവർക്കൊരു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു. എൻ്റെ ഉമ്മ ഞങ്ങൾക്കായും കൂടുതൽ എൻ്റെ ഉമ്മ ഇതിലൊക്കെ സൂക്ഷ്മതയും തീരുമാനങ്ങളും എടുത്തു. കടുത്ത തീരുമാനം എടുക്കാൻ ഭയങ്കര മനസ്സുള്ള ഒരു ഉമ്മയാണ് എൻ്റെ. ഈ യാത്രയുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന് ഉമ്മ. അത് 1, 2, 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞ ഉമ്മ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഓരോ ദിവസം നമുക്ക് സുബൈ നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് വിളിച്ചാൽ അന്ന് ഉറപ്പാ എനിക്കൊരു 40 കിലോമീറ്റർ നടക്കാനുള്ള എനർജി കിട്ടും. നമ്മള് പാകിസ്ഥാൻ വരെയാണ് എത്തിയത്. പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇറാനാണുള്ളത്. നമ്മള് കഴിഞ്ഞ തവണ പാകിസ്ഥാനിൽ ഞാൻ ലാഹോർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അവരെ പെർമിഷൻ മേടിച്ച് ഫ്ലൈറ്റിനാവും ടെഹ്റാൻ വരെ 800 ചില്ലറ കിലോമീറ്റർ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടി വന്നു. അതായത് നമുക്ക് ശ്രമിക്കാനും പറ്റുള്ളൂ. നമുക്ക് 4 മാസം 8 ദിവസം നമ്മളിവിടെ ശ്രമിച്ചു. പാകിസ്ഥാൻ എൻട്രി കിട്ടി. പാകിസ്ഥാൻ വിസ പാസ്പോർട്ടിൽ അടിച്ചു. ഇന്നും പാകിസ്ഥാൻ വിസ പാസ്പോർട്ടിലുള്ളത് കാരണം ഇന്റർനാഷണലി യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് എന്ത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാകിസ്ഥാൻ വിസിറ്റ്. ഇപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏത് ഇന്ത്യയിലെ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് കാരണം തെളിയിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് 1/2 മണിക്കൂർ 1 മണിക്കൂർ എനിക്ക് അവിടെ സമയം ചിലവാകും. ഉംറക്ക് പോകണമെന്നുണ്ടെങ്കിൽ വരെ തിരിച്ച് ഹൈദരാബാദ് ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, കൊച്ചി ആവട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാകിസ്ഥാൻ വിസിറ്റ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് എൻ്റെ. കാരണം എൻ്റെ പാസ്പോർട്ടിൽ പാകിസ്ഥാൻ വിസ ഉണ്ടല്ലോ. അതും ഇങ്ങനെ കേരളത്തിൽ നോർത്തിലൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആക്സസ് വളരെ പക്ഷെ ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് മിലിറ്ററിന്റെ ഓഫീസർമാരൊക്കെ മീറ്റിങ്ങിനും വലിയ വലിയ കാര്യപ്പെട്ട ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ചർച്ചകൾ നടത്താനൊക്കെ പോകുന്ന വിസയാണ് ട്രാൻസിറ്റ് വിസ. അതാണ് പൊട്ടനായിട്ടുള്ള കേരളത്തിൽ കിടക്കുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവും. അന്ന് ഞാൻ പാകിസ്ഥാൻ വിസ അങ്ങനെ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് നേടിയെടുത്ത പോലെ ഞാൻ 4 മാസം 8 ദിവസം കഴിഞ്ഞ് നേടിയെടുത്തെങ്കിലും ഇന്ന് അതിൻ്റെ എഫക്റ്റിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നിർബന്ധം. പിന്നെ പാകിസ്ഥാനിൽ കയറി 3 ദിവസം നടന്നു. ഈ ബ്ലോക്കും കാരണം അവിടുത്തെ ഒരു പ്രത്യേക ടീം ഉണ്ടായിരുന്നു, അവരെ ഗവൺമെൻറ്റിൻ്റെ, അവരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുള്ള അവിടുത്തെ ആളുകളുമായിട്ടൊന്നും ഇൻക്ലൂഡ് ആവാൻ പാടില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽ, ഞാനൊക്കെ ഹോട്ടലിൽ താമസിച്ചിങ്ങനെ, ഞാനൊരു ഇന്ത്യക്കാരനായ കേരളക്കാരനായ ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു ദിവസം രാത്രി അതായത് 3 ദിവസമുള്ള കിട്ടി. ഫസ്റ്റ് ദിവസം രാത്രി ഞാൻ കർട്ടൺ മാറ്റിയ സമയത്തെ പോലീസ് ഇങ്ങനെ മിലിറ്ററിക്കാർ തോക്ക് പിടിച്ചിട്ട് 60-70ഓളം മിലിറ്ററിക്കാർ ഹോട്ടലിൻ്റെ ചുറ്റിനും നമുക്ക് കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പൈസ കെട്ടി ഇതാക്കിയതല്ല, ഇത് അള്ളാഹു ഇങ്ങനെ കൊണ്ടൊരു ഞാൻ അവിടെ കടക്കണം എന്നുള്ളതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അവർക്ക് സെക്യൂരിറ്റി എനിക്ക് തരല്, അവരെ ഒരു നിർബന്ധിക്കപ്പെട്ട മാതിരി കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് 2 റൂട്ടുകൾ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കർണാടക വഴി കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഇതാണ് എൻ്റെ റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ഇതല്ലാത്തൊരു റൂട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ബൈഹാർട്ടുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ചൈന ബോർഡർ കടന്ന് തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ റൂട്ടിന് പോകണമെങ്കിൽ 6.5 മാസമാണ് പറയുന്നത്. അത് ഈ 4 മാസമൊക്കെ നിന്നതുകൊണ്ട് 1 വർഷം, അതായത് ഇത്ര ദിവസം നമുക്ക്
1 വർഷം 17 ദിവസം എടുത്തു എത്താൻ. 6.5 മാസമാണ് നമുക്ക് സമയം വന്നത്. പക്ഷെ അത് ചൈനയിലൂടെ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇത്രയും പെർമിഷനൊക്കെ കിട്ടിയിട്ട് ഞാൻ ആ റൂട്ട് പഠിക്കാൻ കാരണം ഒരു പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അതാവാം. നാളെ എന്ത് നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മൾ സിമ്പിൾ ജീവിതത്തിൽ വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് നാളെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഓപ്ഷൻ ബി വേണം എപ്പോഴും. കാരണം നമ്മളെല്ലാം വിട്ട് വീടും നാടും കുടുംബം ഒക്കെ വിട്ട് ഒരു വഴിക്കിറങ്ങാണ്. ഒരു ഡെസ്റ്റിനേഷൻ നമ്മളെ മനസ്സിലുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ച് ഇറങ്ങിയ ഒരാളല്ല. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മറ്റൊരു വഴി ബി ഓപ്ഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റേ റൂമിലേനു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഹോട്ടൽ റൂമുകളിൽ സ്റ്റേ ഒക്കെ പ്ലാനഡ് ആയിരുന്നു? അല്ലല്ല ടെന്റ് അല്ലല്ല. ഞാൻ എൻ്റെ എക്സ്പെൻസ് കണക്കാക്കിയ സമയത്ത് ഞാൻ 11 ലക്ഷം രൂപയായിട്ട് അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് 11 ലക്ഷം റുപ്യാണ് എനിക്ക് ഹജ്ജിൻ്റെ എക്സ്പെൻസ് അടക്കം എനിക്ക് വേണ്ടത്. അതായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ആ പൈസ കുവൈറ്റി ദിനാറായിട്ടും ഡോളറായിട്ടും അക്കൗണ്ടിലാക്കിയിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ കുവൈറ്റി ദിനാറായിട്ടും ഡോളറായിട്ടും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അക്കൗണ്ടിലും. അതായത് അടുത്ത വർഷം ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഹജ്ജിന് പ്രൈവറ്റിൽ ഹജ്ജിനുള്ള കോട്ടയിൽ ആദ്യം തന്നെ പറഞ്ഞ് ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഹജ്ജുമാണല്ലോ നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ സൗദിയിലേക്ക്. അപ്പോൾ ആ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് എത്തണം. ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി വേണം ഹജ്ജിന്റെ. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ പൈസ കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ മറന്നുപോയി. ഹോട്ടൽ സ്റ്റേ ആണോ ടെന്റ്? ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന സമയത്തെ ഇന്ത്യയിൽ ഗുരുദ്വാരകള്, അമ്പലങ്ങളുണ്ട്. റൂട്ട് നോക്കും. റൂട്ട് മാനുവലായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്താണോ കിട്ടും. ഒരു 25 to 35 കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്റ്റേ ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റേ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ ഞാൻ അതിൽ തിരഞ്ഞെടുത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് അവരൊക്കെ കണക്ട് ചെയ്തിരുന്നു. ഭാരത് പെട്രോൾ പമ്പ്, ആദവനാട് പാറയിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ ഭാരത് പെട്രോൾ പമ്പിന് എന്തോ ഒരു അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഞങ്ങൾക്ക് അവരെ കണക്ഷൻ കിട്ടി. അവർ വീട്ടിലേക്ക് വന്നു. അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസ്. അവരൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ഇന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബൈഹാർട്ടായിട്ട് ഞാൻ മാനുവലി തയ്യാറാക്കിയിരുന്നു റൂട്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് മാസങ്ങളോളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് കണക്ട് ചെയ്യും. ഇന്ന സ്ഥലത്ത് ഇപ്പോൾ വാഴക്കാട്, അപ്പോൾ അതിൽക്കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ വിളിക്കും. ഇന്ന ദിവസം ഇന്നൊരാൾ ഇവിടെ എത്തും, നിങ്ങൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു സൗകര്യം, ഭക്ഷണമൊക്കെ അയാളെ കയ്യിലുണ്ടാവും. രാത്രി ഒന്ന് വരും, സുബഹി നിസ്കരിച്ചിട്ട് അയാൾ പോകും. ഇതിനൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഒട്ടുമിക്ക പെട്രോൾ പമ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പിലും പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ പെട്രോൾ പമ്പിലേ നമുക്ക് താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് പഞ്ചാബിൽ എൻട്രി ചെയ്ത അന്ന് അത്രയും വിജനമായൊരു സ്ഥലത്ത് ആകെ ഒരു പെട്രോൾ പമ്പാണ് ഉള്ളത്. അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചപ്പോൾ തന്നെ അത്രയും പോലീസ് നമുക്ക് റൗണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പ്ലാൻ ചെയ്യാനേ പറ്റൂ. ഈ നമ്മളെ പ്ലാനല്ല ജീവിതത്തിൽ സാഫല്യത്തിൽ വരുന്നത്. എങ്ങനെയൊക്കെ അള്ളാൻ്റെ പ്ലാനാണ്. നമുക്ക് പ്ലാൻ ചെയ്യാൻ പ്രയത്നിക്കാം. അതായത് നീയത്ത് ശരിയാവണം ഒന്നാമത്തത്. അല്ലെങ്കിൽ ആ 8640 കിലോമീറ്റർ നടക്കാൻ പറ്റുന്ന ഏത് കൊമ്പം പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ പോയി വന്ന ആളാണ്, ഞാൻ പറയാൻ നടക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മളെ നീയത്ത് ശരിയാവണം. നമുക്ക് ക്ഷമ വേണം. 4 മാസം 8 ദിവസം ഞാൻ പറഞ്ഞില്ലേ, കല്ലിൽ എഴുതി വെച്ചോ പാകിസ്ഥാനിലേക്ക് കടക്കൂല എന്നൊരു മൂല്യർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാനിലെത്തിയതിന് ശേഷം മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു പാലത്തിൻ്റെ ചോട്ടിൽ ഞാൻ പോയി. അവിടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയി എൻ്റെ കുപ്പിയിലുള്ള വെള്ളത്തിൽ ഞാൻ വുളുവൊക്കെ എടുത്ത് എടുത്തിട്ടാണ് ഞാൻ ഫുള്ള് വക്തിലും വുളുവിലേക്കാറും. വുളുവൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് 5 മിനിറ്റ് ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് വലിയൊരു പാറക്കല്ല ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ കിട്ടി. ഞാൻ അതിന്മ എഴുതി എ ഡ്രീം ജേണി ബൈ വാക്ക്, എ ഡ്രീം ജേണി ബൈ ഫുഡ്, കേരള ടു മക്ക. ഷിഹാബ് ചോറ്റൂന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഏത് മൂല്യരാണ് എന്നോട് പറഞ്ഞത് അയാൾ കാണുന്ന രീതിയിൽ ഞാൻ സ്റ്റോറി ഇട്ടു. അപ്പം നമുക്കൊരു ഡിസിഷനും ഒരു തീരുമാനവും നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നീയത്ത് നന്നാക്കി, നല്ലൊരു നീയത്ത് എടുക്കുക, അതിനു വേണ്ടി ക്ഷമിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒക്കെ തലപ്പത്ത് അള്ളാഹ് ഒരു തൗഫീഖുമ്പാടമാണല്ലോ. പടച്ചോൻ തീരുമാനിക്കാതെ ഏത് കൊമ്പനും എന്ത് ചെയ്യാൻ പറ്റൂല. എത്ര 101% പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കും ഒരു ഉറപ്പില്ല ആ കാര്യം നടക്കുമെന്നുള്ളത്. തീരുമാനം റബ്ബിൻ്റെതേ കാര്യം. നമുക്ക് പ്രയത്നിക്കുക, നമ്മളെ നീയത്ത് നന്നാക്കുക. മറ്റുള്ളവർ പല അപശബ്ദങ്ങളും ഉണ്ടാകും. നമ്മളെക്കാളും വലിയ പലരും ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, അവരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ഇതിനേക്കാളും വലിയ ആളുകൾ വന്നിട്ടുണ്ട്. എന്തിനേറെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു കൊടുത്തോളം ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ അടുത്തൊരു രാജ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിക്കും കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി, വളരെ ഒരുപാട് കാണാൻ കാഴ്ചകളൊക്കെ ഉള്ള കൺട്രി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ കൊടും തണുപ്പുള്ള ഒരു സാഹചര്യം, രാത്രിയൊക്കെ അങ്ങനെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ തണുപ്പിൽ സഹവസിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടോ? ഏറ്റവും ശാന്തമായിട്ട് യാത്ര ചെയ്തത് ഇറാനിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ ഫ്ലൈറ്റ് കയറി തെഹ്റാൻ,
തെഹ്റാനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ ലോകത്തേക്കാണ് ഞാൻ വരുന്നത്. ജീവിതത്തിൽ ഞാൻ കാശ്മീർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തണുപ്പ് അനുഭവിച്ചിട്ടില്ല. തണുപ്പ് അനുഭവിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല. സൗദിയിലുള്ള ആ തണുപ്പേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ UAE ഉണ്ടാവുന്ന തണുപ്പൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ഇത് മഞ്ഞക്കാണ്. ഞാൻ യാത്രേൻ്റെ മുമ്പ് ഒരു 6ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക പോലത്തെ, UAE എമിറേറ്റ്സും, സൗദി അറേബ്യ പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ, മലേഷ്യ പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തെഹ്റാനിൽ ആ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ അനുഭവിച്ചൊരു തണുപ്പ്, അതും ഞാൻ നടന്നിട്ടാണ് പോകേണ്ടത്. ഇതിനുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാ തോട്ടിയും ഒക്കെ റെഡിയാണ്. പക്ഷെ ആനയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇങ്ങനെ തുറന്നിങ്ങോട്ട് കാണുന്ന സമയത്ത്. പക്ഷേ അതിനൊക്കെ ഞാനൊരു തരത്തിൽ ഫീൽ ചെയ്യായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു. കുറുക്കോളി മൊയ്തീൻ സാഹിബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ കാണാൻ പോയ സമയത്ത് ഞാൻ ഡേറ്റ് അറിയിക്കാൻ വേണ്ടി പോയി, ഞങ്ങൾ മുന്നേ തന്നെ പരിചയമുണ്ട്. അപ്പം ഞാൻ പോയ സമയത്ത് പറഞ്ഞു, ഷിഹാബ് ഇതൊരു പഠനയാത്രയാണ്, ഇതൊരു പഠനയാത്രയാണ്, ഇതിനെ എഴുതണം, ഇത് ലോകത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതാൻ തീരുമാനിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഓരോ ഘട്ടങ്ങളും ഓരോ സെക്കൻഡുകളും എന്നോട് ഇങ്ങനെ ഓർത്തെടുത്ത് എനിക്ക് പറയാൻ പറ്റും എൻ്റെ യാത്രേൻ്റെ. അത് 2022 ഇവിടുന്ന് ഇറങ്ങി 1 വർഷം 17 ദിവസം കഴിഞ്ഞ് അവിടെ എത്തുന്നത് വരെയും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. എഴുതുന്നുണ്ട്. പുസ്തകം 2 പുസ്തകത്തിന്റെ അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം. അതിന് മുന്നേ ആ കുറുക്കോൾ മൊയ്തീൻ സാഹിബ് ഇതാ പറഞ്ഞത്, ഇതൊരു പഠനയാത്രയാണ്. ഇത് 2 രീതിയിൽ, നിന്റെ നിയത്ത് ഹജ്ജാണ്, നിന്റെ നിയത്ത് മദീന പോക്കാണ്, ഒക്കെ ശരി. ഇനി ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു നടത്താൻ എനിക്ക് നടക്കാൻ പറ്റില്ല. ഇതിനെ മാക്സിമം മുതലാക്കണം. ഇത് നല്ലൊരു പഠനയാത്രയാണ്. ഇത് എഴുതണം. ഓരോ ദിവസവും നമ്മളിങ്ങനെ എഴുതി ഡയറി എഴുതുമായിരുന്നു, ടൈപ്പ് ചെയ്യലായിരുന്നു, ഫുള്ള് ടൈപ്പ്. ഇപ്പൊ സിസ്റ്റം അങ്ങനെയാണല്ലോ, വോയിസ് പറഞ്ഞാൽ മതി, അത് റെക്കോർഡ്. ഓരോ ദിവസത്തെ അനുഭവങ്ങളും നമുക്ക്, ഓരോ ദിവസത്തെ അനുഭവങ്ങൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് വരെ ഓരോ ദിവസം ഞാൻ എവിടെ താമസിച്ചു എന്നുള്ള ലൊക്കേഷൻ എൻ്റെ കയ്യിൽ സ്റ്റോറാണ്. എത്ര സ്റ്റെപ്പ് നടന്നു നിന്റെ വാച്ചിൽ സ്റ്റോറാണ്. അതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. എത്ര സ്റ്റെപ്പ്, എത്ര മണിക്കൂർ നടന്നു, ഇതൊരു ചരിത്രമാണ്. മറ്റുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അനുഭവിച്ച ആ ഒരു സാധനം. ഇനിയിപ്പോ പുസ്തകം വരുന്നുണ്ടല്ലോ, 3 വർഷത്തിന് മുകളിലായി ഞങ്ങൾ പുസ്തകത്തിന്റെ. അപ്പൊ ഞാനും നൗഷാദൊക്കെയാണ് ഈ പുസ്തകം എഴുതുന്നത്. ബുക്ക് പ്ലസ് ആണ് പബ്ലിഷേഴ്സ്. ഇതിൻ്റെ ഒക്കെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊരു ധാരണ എന്താണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ മരണശേഷമാണ് ഈ പുസ്തകം ഇറങ്ങുന്നുണ്ടെങ്കിലും A to Z കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടണം. ഇതുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടണം. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഇതിൻ്റെ ഇങ്ങനത്തെ പോയ പഠിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഉപകാരമാവും എന്നുള്ള. അപ്പോൾ നമ്മൾ ഇറാനിക്ക് തന്നെ തിരിച്ചു വരാം. ഇറാനിൽ ഒറ്റപ്പെട്ട ചില രാത്രികൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ട സമയത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന, ഏതോ ഒരു കൊടും കാടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന മൃഗങ്ങളുള്ള അങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട്. ഇറാനിൽ ഞാൻ പറഞ്ഞില്ല, ശാന്തമായിട്ട് യാത്ര ചെയ്തതും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സ്ഥലം ഇറാനിലായിരുന്നു. ഒന്നാമത്തത് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ച ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇറാനിൽ പാസ് ചെയ്യാൻ പ്രതീക്ഷിച്ച ക്ലൈമറ്റ് 4 മാസം 8 ദിവസം ഇവിടെ ലേറ്റായി. അതെ. അപ്പോൾ അവിടെ തണുപ്പിലേക്ക് ചെല്ലുക. പ്രത്യേകിച്ച് അറിയാം, ഖുറാമാബാദ് എന്ന് പറഞ്ഞ പ്രവിശ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഐസ. ഈ എല്ലാ കൾച്ചറും എല്ലാ കാലാവസ്ഥയും അടങ്ങിയൊരു ഇറാനിൽ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ നോക്കിയിട്ട് നാളത്തെ ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. നാളെ എത്തുന്ന ഒരു 50 കിലോമീറ്റർ നടന്ന പിന്നെ എത്തുന്ന സ്ഥലം ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത്ര തണുപ്പാണ്. -14 ഡിഗ്രിയിൽ ഞാൻ നടന്നിട്ടുണ്ട്. 35-36 കിലോമീറ്റർ നടക്കുന്ന ഞാൻ 1-2 കിലോമീറ്റർ നടന്നിട്ട് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് 10 മിനിറ്റ് ഞാൻ നടക്കാതെ ഇരുന്നാൽ ബ്ലഡ് കോട്ടാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മഞ്ഞിൽ ഞാൻ കുടുങ്ങിപ്പോയി റോഡ് കാണാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റിക്ക് ഞാനിങ്ങനെ കുത്തിയിട്ടാണ് പോകേണ്ടത്, മുന്നിൽ എന്താണെന്നുള്ളത് അറിയാത്ത അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ആളുകൾ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കളവ് ചെയ്യുന്ന ആളുകളെ മുന്നിൽ പെട്ടിട്ടുണ്ട്, അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇറാനിലാണ് എനിക്ക് ആളുകൾ വീടുകളിൽ സ്റ്റേ തന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുന്നൊരു കാര്യം പറഞ്ഞിട്ടേ, ഞാൻ ഈ യാത്രേൻ്റെ മുന്നേ ഓരോ നാട്ടിലത്തെ ആളുകളെ കുറിച്ച്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 62% ഷിയ കമ്മ്യൂണിറ്റിയാണ് ഇറാനിലുള്ളത്. അവർ ബാങ്കൊക്കെ വ്യത്യസ്തമായ ബാങ്കും നിസ്കാരമൊക്കെ കഴിക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അവരെ വിശ്വാസം, നമ്മളെ വിശ്വാസം, നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെ വിശ്വാസം. ഇതിനൊക്കെ തരണം ചെയ്യേണ്ടെന്നുള്ള പ്രിപ്പറേഷനിലാണ്. അത്രയും മൈൻഡ് സെറ്റാക്കിയിട്ട് തന്നെ ഞാൻ പോകുന്നത്. എന്ത് വന്നാലും നേരിടാം. പല രീതിയിലുള്ള കമ്മ്യൂണിറ്റിയിൽ നമ്മളിലുള്ളത് പോലെ തന്നെ പല ഗ്രൂപ്പീസ് അവരുടെ ഇതിലുണ്ട്. അവർ യാത്രേൻ്റെ മുന്നേ ഞാൻ മനസ്സിലാക്കിയ ഇറാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന അലിയം വലിയുള്ള എന്നാണ് അവരെ ബാങ്ക് നേരുന്നു ഞാൻ കേട്ടത്. അതാണ് കേട്ടത്. അല്ല, നമ്മൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്, അങ്ങനെയാണ്.
പക്ഷെ സത്യം പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്നവരാണ്. ഈ 1 മാസം 4 ദിവസമോ നടന്നിട്ട് ഇറാനിൽ നടന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ ഇപ്പം നേരത്തെ കൊടുത്ത ബാങ്ക് കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന അലിയ്യ വലിയുള്ളാഹ്. അതായത് മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒരു അതായത് ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അംഗീകരിക്കുന്നില്ല എന്ന് പലരും എന്നോട് ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് പറയും. പക്ഷെ ഞാൻ പറയും, ഞാൻ നടന്നു പോയടത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബാങ്ക് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളെ കിതാബിൽ നിങ്ങൾ ഇറാനിൽ പോയിക്കണോന്ന് ചോദിക്കും, അപ്പം ഇല്ല എന്ന് പറയും. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ചിലപ്പോൾ 2022 ഞാൻ പോയപ്പോൾ മാറിയതേ കാരണം, അല്ലാതെ അവരോടൊക്കെ ഞാൻ എന്താ പറയുക. ഞാൻ മനസ്സിലാക്കിയ ഇറാൻ, ഞാൻ മനസ്സിലാക്കിയ ഷിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരൊരു ഇമാമിനെ പ്രതീക്ഷിച്ചു, മഹദി ഇമാമിനെ. തൂണിലും തുരുമ്പിലും ബ്രിഡ്ജിലും ഒക്കെ ലബ്ബൈക്ക് ആ മഹദീനെ എതിരുണ്ടാവും, കാത്തിരിക്കുകയാണ്. ചെറിയ മക്കളോടൊക്കെ നിങ്ങൾ ആഗ്രഹം എന്താ? എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനങ്ങൾക്ക് പിരാന്തുണ്ട് ഇങ്ങനെ നടക്കാനെന്ന്. ചെറിയ മക്കൾ അതവ് കുറച്ച് കുറവാണ് അവർ. പിന്നെ അവരിൽ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയല്ല, ഞങ്ങൾ വലത് കൈയായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴും അടുത്ത ദിവസം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടത് കൈ കൊണ്ട് വരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. എനിക്കറിയില്ല അതിൻ്റെ ഗുട്ടൻസ് എന്താണ്. അപ്പോൾ മക്കളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ആഗ്രഹം എന്താണ്? അപ്പം മക്കൾ പറയേ, ഞങ്ങൾക്ക് മിലിറ്ററി ആവണം. അവർ ഒരു ഡിഫൻഡിനെ, ഗവൺമെന്റിനെ സപ്പോർട്ട്, ഷഹീദാവണം, ഇതൊക്കെയാണ് അവരൊരു കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് രാജ്യം യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നു മറുപടി സത്യം. അതായത് ഞാൻ മനസ്സിലാക്കി ഇറാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പുസ്തകത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യാത്രയിൽ ഉടനീളമുള്ള ഒരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. അതായത് എൻ്റെ യാത്രയെ കുറിച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പ്രിപ്പറേഷൻ മുതൽ അവസാനം വരെ. പക്ഷേ ഞാൻ നടന്ന ഇറാൻ വേർഡിന്റെ വേറൊരു പുസ്തകം വരുന്നുണ്ട്. അത് ഇറാനിലെ മാത്രം, അത് ഒരു പുസ്തകമല്ല, 2 പുസ്തകത്തിനുള്ള അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇത്ര സ്നേഹം കിട്ടി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ രാജാക്കന്മാരമായിരിക്കും ബോർഡറിൽ കൊണ്ടുപോയി വെച്ചു തന്നു. ഒറ്റപ്പെട്ട സമയത്തൊക്കെ ഫാമിലി, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ, ഞാൻ രാജാക്കന്മാരമാതിരി മന്ത്രിമാരമായിരിക്കാം ഇന്ത്യയിൽ നടന്നത്. പോലീസ് എസ്കോർട്ടും മിലിറ്ററി എസ്കോർട്ടും ആയിട്ട് ആളുകളുടെ പിന്തുണയും കാര്യങ്ങളുമായിട്ട് നടന്ന ഞാൻ ഒറ്റക്ക് വെള്ളം കിട്ടാതെ, ഓറഞ്ച് ഉണ്ട് പക്ഷെ -14 ആയതുകൊണ്ട് ഓറഞ്ച് ഐസാണ്, എനിക്ക് കടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കടിച്ച ഓറഞ്ച് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ചുണ്ട് പൊട്ടിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഏറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വീട് ആലോചിച്ചിട്ട് ഞാൻ കരയാൻ എനിക്ക് പേടിയായിരുന്നു. കണ്ണീര് തട്ടിയാൽ വരെ ഇവിടെ വേദനിക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ പറയും, ശരീരത്തിനെ വേദനിപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ ആഗ്രഹത്തിനെ, നമ്മളെ നീയത്തിനെ, നമ്മളെ പ്രയത്നത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി എഫേർട്ട് ചെയ്യുമ്പോൾ, ഞാൻ കാശ്മീർക്ക് പോകണതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമിലേക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റിലേക്ക് പോകാനോ അല്ലല്ലോ ഞാൻ നിയത്തെടുത്തത്. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരൊക്കെ അങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദീനത്തേക്ക് എത്തണം, അള്ളാഹു തന്ന ആരോഗ്യം എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലും ലീഗലായിട്ട് നാട്ടുനടപ്പ് പ്രകാരം ലീഗലായിട്ട് പേപ്പർ വർക്ക് തയ്യാറാക്കിയിട്ടും ഓരോ വാക്കിംഗ് പെർമിഷനും വിസയും കയ്യിൽ വെച്ചിട്ടുള്ള ഞാൻ പോണത്. അതിനെ എതിർക്കാൻ ഗവൺമെൻറ്റിനെ അല്ലാതെ ആർക്കാ സാധിക്കുക? അള്ളാഹ് തീരുമാനിക്കണം ഈ യാത്ര പോകരുതെന്ന്, അല്ലാതെ ആരെ കൊണ്ടും ഇതെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ പ്രിപ്പറേഷനും നമ്മളെ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയിൽ എനിക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്ത് പ്രതിസന്ധി വന്നാലും പിന്നോട്ട് ഞാൻ കാല് വെക്കൂലാന്ന്. ഒരിക്കൽ പോലും ഞാൻ വെച്ച കാല് ബാക്കിലേക്ക് എടുത്തിട്ടില്ല. അതൊരു സത്യമായിരുന്നു. ഇപ്പൊ നമ്മൾ കൊള്ളക്കാര് അല്ലെങ്കിൽ കവർച്ചംഗങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ വന്യമൃഗങ്ങൾ ഏതെങ്കിലും രാജ്യത്തു നിന്നോ നേരിടേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാമ്പുകളെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഓരോ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള പാമ്പുകൾ. ഞാനൊന്നും ഈ രണ്ട് ഭാഗത്തും തല ഉണ്ടാവുന്ന കുരുടിൻ്റെ മാതിരത്തെ പാമ്പിനൊന്നും, വലിയ പാമ്പുകളൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടോ? ശരിക്കും ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുണ്ട്. അതിനെ കണ്ടാൽ നമ്മൾ പോലീസ് അവർ ഇൻഫോം ചെയ്തിട്ട് അതിന്റെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോകും. അധികം ഞാൻ കിടക്കുന്ന ചത്ത് കിടക്കുന്നതാ. അപ്പൊ മഴക്കാലത്താണ് ഞാൻ രണ്ട് ഭാഗത്തും തലയാണോ? ഈ ഭാഗത്ത് നമ്മൾ കുരുടി എന്നൊക്കെ പറയൂലേ, ഇപ്പുറത്തും തല ഉണ്ടാവും. അപ്പൊ അതൊരു ആ കുരുടിന്റെ അതേമാതിരത്തെ തല പാമ്പ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിലൊക്കെ ആ പാമ്പുകളെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അസ്ലം എന്ന് പറഞ്ഞ ഓന്റെ വീഡിയോസിലൊക്കെ ഈ പാമ്പുകളെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാമ്പുകളെ കാണും ഞങ്ങൾ. അതായത് മഴക്കാലത്തല്ല, അപ്പോൾ റോട്ടിലേക്ക് കയറി വരുന്നതുകൊണ്ടായിരിക്കാം, ഹൈവേൻ്റെ സൈഡിൽ വണ്ടി കയറിയിട്ടൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാവുക. ഒന്ന് നായ, രണ്ടാമത്തേത് പാമ്പ്, പിന്നെ ഇറാനിലായിരുന്ന സമയത്ത് കരടികൾ നമ്മൾ ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞ മൃഗങ്ങൾക്കായൊക്കെ ഞാൻ പേടിച്ചിരുന്നത് മനുഷ്യരെ. സത്യം ഉള്ളത് നമുക്ക് പറയാലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നടക്കാനെടുത്ത എഫക്റ്റോ അല്ലെങ്കിൽ 4-5 വർഷം ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ച സമയത്തിനൊക്കെയൊക്കെ ഇന്നെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിലുള്ള
മനുഷ്യന്മാരുടെ ഓരോ കുത്തുവാക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു. ഞാനും അവരും തമ്മിൽ ഒരു കണക്ഷനോ ഒരു ബോണ്ടോ ഒന്നുമില്ല. ആദ്യമായിട്ട് കാണുന്ന എന്നെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഫോണിൽ കാണിക്കുക. പക്ഷെ എൻ്റെ എല്ലാ A to Z പോലെ അറിയുന്ന മാതിരിക്കാ പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടില്ല, ഒരു ദരിദ്രനായ ഷിഹാബ് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമ്മൾക്കുള്ള കച്ചവടങ്ങളും നമ്മൾ വെൽ സെറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ട് ഇറങ്ങണം എന്നുള്ള അറിയാത്ത പാവങ്ങളായിരിക്കും. അറിവില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. അപ്പോൾ അറിവില്ലാത്ത അങ്ങനത്തെ നമ്മളെ വിമർശിക്കാൻ ഇതിനൊക്കെ വരുള്ളൂ. അവർക്കൊക്കെ നല്ലൊരു ഇത് കൊടുക്കട്ടെ. വിമർശിച്ചിട്ടെങ്കിൽ അവർക്ക് ജീവിതം, അതായത് ഒരു പണി ഇല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുന്നത് ഒരു പണിയാക്കാലോ. അവരോട് ദേഷ്യം വല്ലതും ഉണ്ട്? അപ്പോൾ ആദ്യം വന്നിരുന്നു എൻ്റെ ഉമ്മാനും വാപ്പാനും പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ വരും എനിക്ക്. റബ്ബേ, ഞാൻ നടന്ന് ഹജ്ജിന് പോയത് ചിലപ്പോൾ അള്ളാഹുവിന് പറ്റിയിട്ടുണ്ടാവില്ലേ. അതുകൊണ്ടേക്കാരം എൻ്റെ വല്യപ്പാനൊക്കെ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. എൻ്റെ വല്യപ്പാനൊക്കെ എനിക്ക് നിസ്കാരം പഠിപ്പിച്ച വല്യമാരും വല്യപ്പാരൊക്കെ ഒക്കെ അത്രയും സ്നേഹിക്കുന്ന, ഞാൻ നാട്ടിലുള്ള സമയത്ത് എല്ലാ ദിവസവും ഞാൻ സുബഹ് നിസ്കരിച്ചിട്ട് ഖബറിലേക്ക് പോയി സിയാറത്ത് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ കുറിച്ചിട്ട് വേണ്ടാത്ത ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളൊക്കെ കൽബുണ്ടല്ലോ റബ്ബേ, നടക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിക്കണമെങ്കിൽ അത് റിസ്ക് കൊണ്ടല്ല. ഇങ്ങനത്തെ അതും മലയാളികളാണ്, ഏറ്റവും കൂടുതലും മലയാളികളാണ്. അവർ മറ്റുള്ളവരെ കാര്യം നോക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ സ്വന്തം കാര്യം നോക്കാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ എല്ലാവരും അല്ലട്ടോ ഞാൻ പറയുന്നത്, ഒരു 10% ആളുകൾ, 100-ൽ 10% മറ്റുള്ളവരെ കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് സ്വന്തം കാര്യത്തിൽ ചിന്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു വലിയ നിലയിലെത്തുമായിരുന്നു. അതുകൊണ്ടാണ് 3 വർഷം 4 വർഷം മുന്നേ കമൻറ്റ് ചെയ്ത് അവരെന്നെ ഇന്നും ആ കമൻറ്റ് ബോക്സിലാണ് അവർക്ക് ജോലി. ഒരു ജീവിതത്തിലൊരു ഉയർച്ച വേണമല്ലോ. കമന്റ് തൊഴിലാളികൾ അവരെ വിളിച്ച് പറയലുണ്ട്. അവർക്കൊരു അംഗീകാരമാണ് അത്, കമന്റ് തൊഴിലാളികൾ. പക്ഷെ അവര് വിചാരിക്കുന്നുണ്ട് എന്ത്, ഇതൊക്കെ നമ്മൾ ഏൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ യാത്രക്ക് പോണതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ ഷോപ്പുകളിലൊക്കെ പാടായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 7 ആളുകളാണ് എനിക്ക് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നത് യാത്രേൻ്റെ മുന്നേ നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ. ഇന്നത് 36 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം കൂടെ ആവുകയാണ്. അപ്പൊ ഇവരിതൊക്കെ ഇത് ഇരുന്നിട്ട് അവരെന്താണ്, അന്നും ആ വിരലുകൊണ്ട് അവർ നെഗറ്റീവ് പറയുന്നു, ഇന്ന് 4 വർഷങ്ങൾക്ക് ശേഷം അവർ നെഗറ്റീവ്, അവരെ നിർത്തുന്നില്ല. പക്ഷെ നമ്മൾ ആ നെഗറ്റീവിലൊക്കെ ഇങ്ങനെ നമ്മളെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഉയർച്ചകൾ മാത്രം, അഥവാ ബർക്കത്തുണ്ട് ആ കാര്യങ്ങൾ മാത്രം. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് നമ്മളെ നെഫ്സിനെ ഇതിൽ പറയുമല്ലോ, എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ യാത്ര കൊണ്ട്. നമ്മുടെ എൻ്റെ ഒരു ചോദ്യമായിരുന്നു. അഥവാ നമ്മള് ഇപ്പൊ യാത്രക്ക് പോയ ഷിഹാബും തിരിച്ചു വരുന്നൊരു ഷിഹാബും തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ തമ്മിലുള്ള അവർ തമ്മിൽ തിരിച്ചറിയോന്നൊക്കെ എൻ്റെ ഒരു ഭാവന ഉണ്ട് ഇവിടെ. അതെന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയ റബ്ബുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കിയ അള്ളാഹു. അപ്പം ഞാൻ മനസ്സിലാക്കാത്തൊരു അള്ളാഹു ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു റബ്ബിനെ കുറിച്ചിട്ട്. പിന്നെയാണ് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടും ഇതിങ്ങനെ, ഞാൻ എത്ര നിസ്കാരത്തിലൊന്നും ശ്രദ്ധയുള്ള ആളൊന്നായിരുന്നില്ല. 10-24 വയസ്സ് വരെ സത്യം പറഞ്ഞാൽ അത്തഹിയാത്തിന് ശേഷമുള്ള ദ്വാല് പോലും എനിക്ക് തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് 24-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഷൗക്കത്ത് അസ്ലമി എന്ന് പറഞ്ഞ ഉസ്താദാണ് എനിക്ക് തിരുത്തി തരുന്നത്. അത്ര ഇൽമില്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി റബ്ബായിരുന്നില്ല. യാത്ര തുടങ്ങി എനിക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈ യാത്ര കൊണ്ട് ആരെപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് റബ്ബിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. എങ്ങനെ ഈ ദുനിയാവിൽ ജീവിക്കണം, എങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം, എന്തുകൊണ്ട് സ്വഹാബാക്കളെ കാലത്തൊക്കെ അവർ ആയത്ത് കൊണ്ടും ഇതുകൊണ്ടൊക്കെ അവർ ഇന്ന പ്രതിസന്ധികളെ നേരിട്ടു എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, അലി റളിയല്ലാഹു പുതപ്പിൻ്റെ അടിയിൽ കിടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഹിജ്റക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വെട്ടാൻ വേണ്ടി ശത്രുക്കൾ വരുന്ന സമയത്ത് ആ പുതപ്പിൻ്റെ ഉള്ളിൽ അലി റളിയല്ലാഹു കറമല്ലാഹു വജ്ഹഹു. അങ്ങനെ ആ സമയത്ത് ഫജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ടൊരു മണ്ണെറിയുന്നുണ്ട്, കാഴ്ചകൾ നഷ്ടപ്പെട്ടെ. ഇത് എന്നോട് ഉസ്താദ് പറഞ്ഞിരുന്നത്, ഈ ആയത്ത് പ്രതിസന്ധി ഇങ്ങനെ വരുന്ന സമയത്ത് ആ മുന്നിലുള്ള ആളെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഈ ആയത്താണ്ട് ഓതി അയാളെ മനസ്സ് മാറുന്നുണ്ട്. ഇറാൻ്റെ ബോർഡറിൽ അതുപോലെ പാകിസ്ഥാൻ്റെ ബോർഡറിലൊക്കെ പല പ്രതിസന്ധികൾ, ചിലപ്പോൾ പോലീസ് വന്നിട്ട് എൻ്റെ പേപ്പേഴ്സൊക്കെ ഇതാകും. അപ്പോൾ ഇറാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ എന്നുള്ള ആയത്താണ്ട് ഓതും. അവരെ മനസ്സ് ഇങ്ങനെ മാറി നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ എന്താണോ നമ്മളോട് പറഞ്ഞിട്ട്, അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുക ഇത്ര ഉള്ളൂ നമ്മളും റബ്ബും തമ്മിലുള്ള ഒരു സംഭവത്തിൽ ഒരു കെമിസ്ട്രി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വന്ന ഫാൾട്ട്. എൻ്റെ യാത്രയിൽ ഓരോ ദിവസവും ഞാൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്ര എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ ചോദിക്കുന്നത് കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ റബ്ബിനെ മനസ്സിലാക്കിയിരുന്നില്ല.
അതെ. റബ്ബിനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എനിക്ക് കിട്ടുന്നത് ഞാൻ അങ്ങനെ അറിയാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണം എന്നില്ലാത്തൊരവസ്ഥ, പിന്നിലേക്ക് പോകാൻ പറ്റൂല, മുന്നിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. റബ്ബല്ലാതെ ആരും സഹായിക്കാനില്ലാത്ത അല്ലാഹു അവസ്ഥ. അല്ലാതെ ആരും ആ അങ്ങനത്തെ സമയത്ത് സാഹചര്യങ്ങളാണ് നമ്മൾ പഠിച്ചവനെ തിരിച്ചറിയണത്. ഇപ്പൊ കോടിക്കണക്കിന് ഉറുപ്പ് കൊടുത്താലും നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടാൻ പോണില്ല. ഇങ്ങനത്തെ ഒരു യാത്രയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ട് ഇത്ര മെഹനത്ത് എടുത്ത് ശരീരത്തിന് ബുദ്ധിമുട്ടിച്ചോട്ടെ, 11 ലക്ഷം റുപ്യ എക്സ്പെൻസ് ഉണ്ടാക്കിക്കോട്ടെ, റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാ. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ യാത്രൻ്റെ നീയത്ത് ഞാൻ വെച്ച അന്ന് മുതലുണ്ടല്ലോ, ഞാനൊരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുത്തിരുന്നു. അതായത് ആ തീരുമാനം ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഇതിലൊരു ഗുണം ഉണ്ടാവും. അതെ, ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു. ഞങ്ങൾക്ക് കോറി പോലത്തെ, ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റ്, ഞങ്ങൾ പലിശയുടെ പൈസ ഉപയോഗിച്ചിരുന്നു. ലോൺ വെച്ചിട്ട്, ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെ ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു. അന്നൊന്നും നമുക്ക് ബർക്കത്ത് ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ സോഴ്സ്, എന്തുകൊണ്ടാണ് നമ്മൾ സക്സസ് ആവാത്തെന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു. മെഹനത്ത് എടുക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ റൂട്ട്, അതിന് തിരഞ്ഞെടുത്ത വഴി ഒരു പക്ഷെ പലിശയുടെ വഴിയായിരുന്നു. പണ്ടം പണയം വെക്കുക, ആധാരം പണയം വെക്കുക. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പലിശ ഒഴിവാക്കുന്ന ഞാൻ എന്ന് നീയത്തെടുത്തോ അന്ന് മുതൽ ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടില്ല. എൻ്റെ മക്കൾ ഹലാലല്ലാത്തത് കഴിച്ചിട്ടില്ല. എൻ്റെ മക്കളും കുടുംബവും, എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന വെറും കൈയോടെ പുറത്തു പോയിട്ടില്ല. എൻ്റെ വീട്ടിലൊരു അതിഥി വന്ന അവർ സന്തോഷിക്കാതെ ഞങ്ങൾ വിടലില്ല. പലിശ എൻ്റെ ജീവിതത്തിൽ, വണ്ടി പോലും എനിക്ക് പുതിയ വണ്ടി എടുക്കാൻ കഴിയാത്തവനല്ല ഞാൻ. EMI പേടിച്ചിട്ടാ പണ്ടം പണയം വെക്കാറില്ല, ആധാരം ബാങ്കിൽ വെക്കലില്ല. അത് പലിശയുമായിട്ട് ഒരു ബന്ധമില്ല. അന്ന് ആ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്ത ഓരോ അവസാനത്തെ ബിസിനസ് സൂപ്പർ മാർക്കറ്റാ, പലിശ ഉപയോഗിക്കുന്ന ബിസിനസ്. അതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഞാൻ തുടങ്ങിയ ഒരു സംരംഭം സക്സസ് അല്ലാതെ ഇരുന്നിട്ടില്ല. അൽഹംദുലില്ലാ. അതിന് ഏറ്റവും വലിയൊരു മെസ്സേജും പാടാണിത്. പലിശ ഒഴിവാക്കാനുള്ള നീയത്ത് നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ കാലഘട്ടത്തിൽ അതില്ലാതെ എങ്ങനെ, അത് ഭയങ്കര വിഡ്ഢിത്തരാണ്. അത് ചെയ്യൂല എന്നുള്ളൊരു നീയത്ത് നമ്മൾ എടുത്താലുണ്ടല്ലോ, പിന്നെ പടച്ചോൻ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം നമ്മൾ മുന്നിൽ തുറന്നു തരും. അത് ഞാൻ അനുഭവിച്ചതാ. ആ തുടങ്ങി അന്ന് മുതൽ ഇത്രയും വർഷമായിട്ട് ഒരു പലിശ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാനെന്നല്ല, ഞങ്ങൾ ഉപയോഗിക്കില്ല. എൻ്റെ പാർട്ട്ണർമാരാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ആളുകളാവട്ടെ, അവരോടൊക്കെ ഇന്നായിട്ട് അടുപ്പം കാണിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ ഈ കാര്യം ഞാൻ പറയും. ഇതൊരു ദാവത്താണ്, ഏറ്റവും വലിയ ദാവത്താണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നെപ്പോലത്തെ ഒരു അറിവില്ലാത്ത ഒരാൾക്ക് എത്ര വലിയ അറിവുള്ളവനക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു ദാവത്താണ്. പലിശ നിങ്ങൾ ഒഴിവാക്കിക്കോളി. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, സമാധാനം ഉണ്ടാവും, റിസ്കിൽ ബർക്കത്ത് ഉണ്ടാവും. റിസ്കിൽ ബർക്കത്തുണ്ടെങ്കിൽ എല്ലാ കാര്യം മുക്കമ്മലായല്ലോ. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു അവസാന കിലോമീറ്റർ ആണ് ഇനി സഞ്ചരിക്കാനുള്ളത് എന്നറിയുമ്പോൾ മാനസികമായിട്ടൊരു ഫീൽ വരാണ്ടാവും. അതുപോലെ ഈ സൗദി അറേബ്യയിലെ മരുഭൂമിയിലെ സംഭവങ്ങൾ, കഅബ ആദ്യമായിട്ട് കാണുന്നൊരു വിഷ്വൽ, അതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും അത് സത്യം പറഞ്ഞാൽ നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞത് ഇല്ല, ആൻസർ ഇല്ല. പക്ഷെ ഞാൻ ഒരു ഫീലിംഗ് പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മക്കയായിരുന്നില്ല, മദീനയായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മദീനയിലേക്ക് എന്നുള്ളൊരു നിയത്തിലാണ്. ആ സമയത്ത് ഹജ്ജ് കറക്റ്റ് കാൽക്കുലേഷനൊക്കെ കറക്റ്റ് വന്നു. ഹജ്ജ് ചെയ്യണം അതിനുള്ള പെർമിഷനായി. ഇതാണ് നമ്മളൊരു ആകത്തുക യാത്രേൻ്റെ. മദീനത്തിൻ്റെ 2 കാലം കൊണ്ട് നടന്നു പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ പോകണം എന്നുള്ളതായി, പിന്നെ ഹജ്ജ് ചെയ്യാൻ നടന്നു പോകണതായി, അതൊക്കെ അങ്ങനെ ആയി. പക്ഷേ ഈ മദീനത്തേക്ക് അവസാനമായിട്ട് എത്തിയതോടുകൂടി ഞാൻ മനസ്സിലാക്കി, സൗദി അറേബ്യ എൻ്റർ ചെയ്തതോടുകൂടി പിന്നെ പരീക്ഷണങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു. സൗദി അറേബ്യ എൻ്റർ ആവുന്നതോടുകൂടി ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് പലരും, ഇവിടുത്തെ പല ആളുകളും ഇതിനെക്കുറിച്ച് വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ പറഞ്ഞിരുന്നു, സൗദി അറേബ്യയിൽ അവരെ ഗവൺമെൻറ്റാണ്, ഒരിക്കലും നമ്മളവിടെ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയൊരു സെക്യൂരിറ്റിയും സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയൊരു സപ്പോർട്ടും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11 ലക്ഷം റുപ്യാണ് ഇതിൻ്റെ ആകെ ചിലവ് നമ്മളെ കാൽക്കുലേഷന്. പണ്ട് റഹ്മത്തുള്ള ഖാസിം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, ഷാബ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പൈസ 1 റുപ്യ എനിക്ക് ചിലവാവില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പൈസ ഒന്നും എനിക്ക് ചിലവായിട്ടില്ല. അതെ, ഞാൻ കൊണ്ടുപോയ പൈസ, എൻ്റെ ഹജ്ജിനുള്ള പൈസ പ്രതീക്ഷിങ്ങനെ നിന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സൗദി ഗവൺമെൻറ് ഓരോ കമ്പനിയാണ് ഇതിനെ, ഗവൺമെൻറ്റിൻ്റെ ഓരോ സെക്ഷൻ ഹജ്ജിൻ്റെ കമ്പനിയാണ്. റവാഫ മിന എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് എൻ്റെ സെക്ഷൻ. ഇന്നോട് ഓല് പറയാം, VIP കാറ്റഗറിയിൽ ഹജ്ജ്, ഈ ഹജ്ജിന് 1 രൂപ നിങ്ങൾ ഇതാക്കൂല, ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വന്ന ഗസ്റ്റാന്ന് പറഞ്ഞു. എൻ്റെ ഹജ്ജിൻ്റെ 7 ലക്ഷത്തി ചില്ലറ റുപ്യൻ്റെ കയ്യിലിരിക്കുക,
കുവൈറ്റ് ദിനാറായിട്ടായിരുന്നു അന്ന് പൈസ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു VVIP കാറ്റഗറിയിൽ ഇത്രയും ഒരു കൊല്ലം 17 ദിവസം കഷ്ടപ്പെട്ട് നടന്ന് രാവും പകലും ഇല്ലാതെ മഞ്ഞും മലയും കയറി വെയിൽ കൊണ്ട് വാടി തളർന്ന് ഞാൻ VIP ഹജ്ജ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ, അതുപോലെ ഖലീൽ ബുഖാരി തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ആളുകൾ അന്ന് അവിടെ ഉണ്ട്. എനിക്ക് അവരൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലെങ്കിലും ചെയ്താൽ മതി, ഇത്രയും വലിയ ഇതിൽ വേണ്ട എന്നുള്ളത് തന്നെ എൻ്റെ ഒരു. അതിന്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കും VIP ഹജ്ജിന്റെ? VIP ഹജ്ജ് എന്ന് പറഞ്ഞാൽ 4 ആളാണ് എൻ്റെ ഇതിലുള്ളത്. 3 പെണ്ണ്, സൗദി പെണ്ണുങ്ങൾ, ഞാൻ, പിന്നെ ഞങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ 2 ആളുകൾ, അവർ 2 ബംഗ്ലാദേശിലുള്ള ആളുകളാണ്. 4 ആളുകളാണ്, 3 പെണ്ണാണ് സൗദി ലോക്കൽ. ഇവർ സിസർ വലിക്കുന്നുണ്ട്, ഇലക്ട്രിക് സിഗരറ്റ്. ഹജ്ജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവരെ കൂടെ ഇരുന്നു ഞാൻ ആദ്യം. പിന്നെ ഞാൻ ദോരന്ന് അവിടുന്ന് പുറത്ത് ചാടിയതാ. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു വന്നതാന്ന് അവർക്കറിയാം. അവരിൽപ്പെട്ട ഒരു ഗസ്റ്റ്, 4-ൽ 1 ഗസ്റ്റ് ഞാനാണ്. റവാഫമിനിന്റെ ഏറ്റവും വലിയ കാറ്റഗറി. അത് ഏറ്റവും വലിയ കാറ്റഗറി VVIP എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തടുത്തേക്കാണ്. മുസ്ദലിഫ, അവിടുത്തെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ, ഫുൾ എയർ കണ്ടീഷൻ, കാര്യങ്ങളൊന്നും നമുക്ക് റിസ്ക് ഇല്ല. ഹജ്ജിന്റെ ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു ഇതാണല്ലോ, ത്യാഗമാണ്. ആ ത്യാഗം ഇല്ലാത്തൊരു കാറ്റഗറിയിലാണ് ഞാൻ ചെന്ന് പെട്ടത്. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് എൻ്റെ ഹജ്ജെങ്ങാനും റബ്ബ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ. അപ്പൊ പെണ്ണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സിഗരറ്റ് വലിക്കുന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു, ആക്കിബത്ത് നന്നാവാൻ വേണ്ടി ദോരക്കണം എന്ന് പറഞ്ഞിട്ട് കാല് കയറ്റി വെച്ചിട്ട് ഇലക്ട്രിക് സിസർ വലിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നിന്നെ കേജിലാവാൻ വേണ്ടി ഞാൻ ദോരക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സുഹൈൽക്ക എന്ന് പറഞ്ഞിട്ടുള്ള, എൻ്റെ മക്കത്ത് ഞങ്ങൾക്ക് കഫ്റ്റേരിയ ഉണ്ട് ഹറമില്. അവിടുത്തെ ആ ഹറമിലത്തെ കഫ്റ്റേരിയന്റെ ഒരു വരുമാനം കൊണ്ടാണ് എൻ്റെ മക്കൾ ഹലാലായ, ഞങ്ങളെ മക്കള് വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾ അതിഥികളെ കഴിപ്പിക്കുന്നത് മക്കത്ത് നിന്ന് കിട്ടുന്ന വരുമാനം, ഞങ്ങളെ കഫ്റ്റേരിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വീട്ടിലെ ചിലവുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട്ണർ സുഹൈൽക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ സുഹൈൽക്ക എന്നോട് പറഞ്ഞു, നമുക്ക് ഓരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുറത്ത് ചാടാം. ഹജ്ജിൻ്റെ പൈസ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു ഹിക്മത്ത് ഇറക്കി. എന്ത് ഹിക്മത്താണല്ലോ എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം. അങ്ങനെ ഹിക്മത്ത് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഉമ്മാനെ എനിക്ക് ഹജ്ജിന് കൊണ്ടുവരണം. എന്താണ് ആഗ്രഹം നിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആഗ്രഹം, ഞാൻ മക്കത്തെ ഇമാമിനെ കാണണം, മക്കത്തെ മുഅദ്ദിനെ കാണണം, പിന്നെ കാബൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സാഹചര്യത്തിനനുസരിച്ച് അതൊക്കെ എനിക്ക് അവർ ഒരുക്കി തന്നിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഗ്രഹം ഞാൻ പറഞ്ഞത്, എൻ്റെ ഉമ്മാൻ്റെ കൂടെ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന്. അത് അവർക്കും ഭയങ്കര ഫീലിംഗ് ആയി. ഞാൻ പറഞ്ഞു, എന്നാൽ ഉമ്മാനെയും പാടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഉമ്മാക്ക് ഞാൻ എൻ്റെ ഹജ്ജിന് കരുതിയ പൈസ ഉണ്ട്, അതേറ്റ് തന്നെ എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യണം. അസ്ലം ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസിലേക്ക് ഞാൻ തങ്ങൾക്ക് അയച്ചു കൊടുത്ത്, അവരാണ് എൻ്റെ ഉമ്മാനെ പെട്ടെന്ന് കൊണ്ടുവരാൻ സഹായിച്ചത്. അവർക്ക് അയച്ചു കൊടുത്തു, പേയ്മെൻറ്റ് ഞാൻ ചെയ്തു. അങ്ങനെ ഉമ്മ വന്നു ഹജ്ജ്. ആ വർഷം എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഈ റവാഫമിന എന്നുള്ളതിൽ ഞാൻ ആ പേരും പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞ് വല്ല പുറത്ത് ചാടി എന്നെ സുഹൈൽക്ക ഈ കാറ്റഗറിയിൽ. എന്നിട്ടും എൻ്റെ കൂടെ ഒരാൾക്കും പാടെ ഹജ്ജ് ചെയ്യാനുള്ളവർ, എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരാൾക്കും പാടെ ഹജ്ജ് ചെയ്യാൻ. അങ്ങനെ അർഷദ് മക്കി എന്ന് പറഞ്ഞ അർഷദ് റബ്ബാനി, കണ്ണൂരുള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. മദീനത്ത് നിന്ന് അയാളിൻ്റെ കൂടെ നടന്നിട്ടാണ് മക്കത്തേക്ക് വന്നതോ. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു അർഷദ് റബ്ബാനി. അയാൾ റൂമിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഇയാളെ വിളിച്ചു, പോകല്ലേ. ഞാൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ പോയിക്കോളിന്ന്. ഞാൻ പറഞ്ഞു, അല്ല നിങ്ങളും വരും, നിർബന്ധിച്ച് കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരാൾക്ക് പാടെ ഹജ്ജ് ചെയ്യാനുള്ള ഇതുണ്ട്, അത് അയാൾക്ക് കിട്ടി. നമുക്ക് ഓരോ തൗഫീക്ക് നോക്കണമല്ലോ. അന്ന് തന്നെ ഞാൻ എൻ്റെ പൈസ, എൻ്റെ ഹജ്ജിൻ്റെ പൈസ ആയിട്ട് എൻ്റെ ഉമ്മാനെ ഹജ്ജ് കൊണ്ടുവന്നു. എൻ്റെ ഉമ്മ ഓരോ ദിവസം ഞാൻ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അനക്ക് അള്ളാഹു ഇങ്ങനെ ഒരു തൗഫീക്ക് തന്നു, എനിക്കും ഹജ്ജിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഹജ്ജിന് അവിടെ എത്താൻ വേണ്ടി ദുആരക്കണമെന്ന്. പക്ഷേ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹജ്ജിൻ്റെ 18 ദിവസം മുന്നേ വരെ, 2023 ഹജ്ജിൻ്റെ 18 ദിവസം മുന്നേ വരെ എനിക്കറിയില്ലായിരുന്നു എന്ത്, ഞാൻ അവിടെ ഹജ്ജിന് എത്തുന്നോ, എൻ്റെ ഉമ്മ എൻ്റെ ഹജ്ജ് പിടിച്ച് കഅബ തവാഫ് ചെയ്യുന്നു, എൻ്റെ ഉമ്മ ഒരു ആ വർഷത്തെ ഹജ്ജിന് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതവിടെ സംഭവിക്കുകയാണ്. ഈ പൈസ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഹജ്ജ് സൗദി ഗവൺമെന്റ് എനിക്ക് ഫ്രീ ആയി തന്നു. ആ പൈസ, എൻ്റെ ഹജ്ജിൻ്റെ പൈസ ഞാൻ ഉമ്മാനെ കൊണ്ടുവന്നു. ഇതൊക്കെ ഭയങ്കര തൗഫീക്കാ. പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഹിജാബത്ത് ഉണ്ടല്ലോ, അത് ഞാൻ പലപ്പോഴും ആ ഹിജാബത്ത് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. കുറച്ചോനെ അങ്ങനെ ഒരു അവസരം തന്നതിന് എന്തിനു നമ്മൾ പാഴാക്കണം. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, നമ്മൾ ചോദിച്ചതൊക്കെ റബ്ബ് തരും. കുറച്ച് സമയം എടുക്കും എന്നുള്ളത് മറ്റൊരു അതിൻ്റെ ഇതാണ്. അതായത് ചോദിക്കുമ്പോഴത്തിന് തരാനുള്ള അത്ര പുണ്യാളനൊന്നും നമ്മളല്ലല്ലോ. എന്നാലും ചോദിച്ചാൽ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അതിന് നമുക്കൊരു ഉത്തരം കിട്ടുന്നുള്ളത്. അവിടെ ഞാൻ സക്സസ് ആയിരുന്നു. ഞാൻ ചോദിച്ചതൊക്കെ റബ്ബ്, ഞാൻ പറഞ്ഞില്ലേ, ആ റബ്ബിനെ മനസ്സിലാക്കുന്നതിൻ്റെ മുന്നുള്ള ഷിഹാബിൻ്റെ ചോദ്യം ചിലപ്പോൾ ഒരു പക്ഷെ അവിടെ പെൻഡിങ് ലിസ്റ്റിലേക്ക് ആരെങ്കിലും. യാത്ര തുടങ്ങിയതിന് ശേഷം ഞാൻ എന്താവശ്യപ്പെട്ടു റബ്ബ് ആ സമയത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമെങ്കിലും ഞാൻ ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചിട്ടും ചോദിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇന്നും നല്ല റാഹത്തിൽ എൻ്റെ കുടുംബങ്ങളൊക്കെ ഉംറ ചെയ്തു. ഞങ്ങൾ നല്ല റാഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ഹക്ക് ഹലാലായ പലരും ഇന്നെ വിളിച്ച് ഞാൻ പറ്റിച്ചിട്ടാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഇന്ന് നേരിട്ട് വന്നിട്ട് ഷിയാബിൻ്റെ അടുത്ത് നിന്ന് 10 റുപ്യ ഷിയാബിൻ്റെ അടുത്ത് നിന്ന് 10 റുപ്യ മേടിച്ചിരുന്നു പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മേടിക്കാത്തതുകൊണ്ടാണ്? കാരണം അവർക്ക് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. നമുക്ക് ജീവിക്കാനുള്ള മാർഗവും 10-36 ആൾ കീഴിൽ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടെന്നൊന്നും അവർക്കറിയില്ല. അവരറിയാത്തവരാണ് നമ്മൾ. അത് നമുക്കില്ലാത്തത് അവർക്കും വേണ്ട എന്നുള്ള ചിന്ത ഉള്ളവരാണല്ലോ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അവരങ്ങനെ പറയാൻ വിട്ടുകൊടുക്കും. അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇതിനെക്കുറിച്ച് ഒരാൾ ഞാൻ അറിയാതെ ഒരു നമീമത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാതെ അവർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കില്ല എന്ന് റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ട് നമ്മളിങ്ങനെ സബൂറായിട്ട് നമ്മളെ ജീവിതം എങ്ങനെ പോകേണ്ടത് അതിലിങ്ങനെ പോകും. റാഹത്താണ് അൽഹംദുലില്ലാ. ഞാൻ കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട ഒരുപാട് പള്ളികൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇന്ന സ്ഥലത്താണ് ഇതൊന്നും കാണിക്കേണ്ട. ആ കമ്മിറ്റിനോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മരണം, ഞാൻ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ മരിച്ചിട്ട് നിങ്ങളിത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചതാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ ഹയാത്തിലിരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അനുമതി വേണ്ട എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള പലരും എന്നോട് പറഞ്ഞിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡിന് നമുക്ക് കൊടുത്താൽ കിട്ടും, ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡിന് കൊടുത്താൽ കിട്ടും, ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിന് കൊടുത്താൽ കിട്ടും, അതിന് കൊടുക്കാനും വരെ നിന്നിരുന്നു ഫൈസൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ. പക്ഷെ ഞാൻ അന്നൊക്കെ ഓരോട് പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ കാലഘട്ടം കഴിയും, അടുത്തൊരു ജനറേഷൻ വരും, അവർ ഹാജി ശിഹാബ് ചോറ്റൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. എൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു എത്ര മുസ്ലിം പേരുകളുള്ള സിനിമാ സ്റ്റാറുകൾ, പൊളിറ്റീഷ്യൻ, ഇതൊന്നും അല്ലാത്ത ഞാൻ ഷിഹാബിൻ്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാരും കുട്ടികളൊക്കെ മനസ്സിലേക്ക് എന്താ വരിക? ഹജ്ജിന് നടന്നുപോയി, അള്ളാഹ് റസൂല്, മക്ക മദീന. ഇതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഷിഹാബ് ചോറ്റൂരിൻ്റെ ആവശ്യമില്ല എന്നാ ഞാൻ അവരോടൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡൊക്കെ സിമ്പിളായിട്ട് എല്ലാ ഡോക്യുമെന്റ്സിന്റെ കയ്യിൽ റെഡിയാ, അതെ, അത് സബ്മിറ്റ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ, ഗിന്നസ് റെക്കോർഡും കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്സദ് അതല്ലായിരുന്നു. അത് ഞാൻ കറക്റ്റ് എൻ്റെ വീക്ഷണം, എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ ഇന്നും ഞാൻ പല റിസർച്ചിലും കാര്യങ്ങളിലുമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്ത്യൻ്റെ ഒട്ടുമിക്ക 35% ഗ്രാമങ്ങളിലും എനിക്ക് എത്താൻ പറ്റി. ഏറ്റവും വലിയ രാജ്യം ഞാൻ നടന്നത് ഇന്ത്യയാണ്. ഈ ഇന്ത്യ ഹജ്ജിന് ശേഷം ഏകദേശം 16ഓളം രാജ്യങ്ങൾ ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് മുമ്പ് ഞാൻ 6ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഹജ്ജിൽ ഞാൻ 6 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് ശേഷം ടോട്ടലി ഞാൻ 16ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ എണ്ണപ്പെട്ട രാജ്യങ്ങൾ ഇനി ഒഫീഷ്യലായിട്ട് ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈജിപ്ത്, മൊറോക്കോ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത പലയിടത്തും എത്താൻ പറ്റിയിട്ടുണ്ട്. ലക്ഷദ്വീപിലൊക്കെ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ലക്ഷദ്വീപ് നമുക്ക് അതായത് ഈ യാത്രയിൽ ഫക്കീറിനെ പോലെ ഭക്ഷണം കിട്ടാതെ, അന്നം കിട്ടാതെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജാക്കന്മാരമാർക്ക് വലിയ വലിയ സൗകര്യത്തെ വലിയ ആഡംബരത്തോടും അതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു നോർമൽ, അതായത് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ല, എന്ത് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കീര ടീഷർട്ട് ഇട്ട് ഫ്രെയിമിന് മുന്നിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 24 മണിക്കൂറുള്ള ജീവിതത്തിൽ 1 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് വിലയിരുത്തേണ്ട ജീവിതമല്ല നമ്മളത് എന്നുള്ളതാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക, അതിനുള്ള ഫായ്ദ എനിക്കുണ്ടാകും, എനിക്കുണ്ട്, ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മളെ യാത്രൻ്റെ ഏറ്റവും വലിയൊരു. പിന്നെ ഇപ്പോൾ ഉമ്മ വന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഭാര്യ മദീനത്തേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ എത്തിയ സമയത്ത് ഭാര്യ വന്നു. ഞാൻ എത്തിയ സമയത്ത് ഹജ്ജിന്റെ സീസൺ അല്ല. ഹജ്ജിന്റെ സീസണിൽ പിന്നെ പുറത്തുനിന്ന് ഹജ്ജിനുള്ള ഹാജിമാർക്കല്ലാതെ വരാൻ പറ്റൂല. ഭാര്യ വന്നു. ഭാര്യ വന്നിട്ട് എൻ്റെ കുട്ടീനെ മദീനത്തിൽ നിന്നാണ് പച്ചക്കുമ്പന്റെ താഴത്തുനിന്നാണ് തരുന്നത്. ആ മദീനത്തേക്ക് എത്തിയ അന്നാണ് എനിക്ക് എൻ്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണുന്നത് ഹാജറ എന്ന് പറഞ്ഞ മോളെ മദീനത്ത് പച്ചക്കുമ്പന്റെ താഴത്തുനിന്നാണ്. അത് ഞങ്ങളൊരു പ്ലാനും പാടായിരുന്നു, ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളത്. അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ അതൊക്കെ ഒത്തു വന്നു. പിന്നെ മക്കള് ഒക്കെ ഉംറ ചെയ്തു, ഭാര്യ ഉംറ ചെയ്തു, ഉമ്മ വാപ്പ അവരെല്ലാ കാര്യങ്ങളും തീർത്തു. എല്ലാ കാര്യങ്ങളും ഒരുപാട് പേരെ ഞങ്ങൾക്ക് ഉംറക്ക് കൊണ്ടുപോകാൻ പറ്റി. അബ്ബാസ് അലി തങ്ങള്, അതേപോലെ മുത്തി ഉൽ അക്ക് ഫൈസി, ഞാനും ഒക്കെ കൂടിയിട്ട് ഒരു 101 നൂറെ മദീന. അതിലൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അത്. ഒരുപാട് ആളുകളുടെ ഇപ്പം എനിക്കറിയാം ഞാൻ മദീനത്തേക്ക് എത്താൻ എത്ര എഫേർട്ട് എടുത്തിക്കണം, എത്ര പൈസ ചിലവഴിച്ചിരിക്കണം, എത്ര സമയം ചിലവഴിച്ചിരിക്കണം. ഓരോരുത്തർക്കും മക്കത്തേക്ക് ഉംറക്ക് പോകണം. ഇന്നെ കാണുമ്പോൾ ആദ്യം ഉമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചു, എന്തെങ്കിലും ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയണമെന്ന് പാവപ്പെട്ട ഉമ്മമാർ. അങ്ങനത്തെ ഓരോ 101 ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സംരംഭത്തിൽ ആളാവാൻ, ഒരു മെമ്പർ ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ തൗഫീഖാണ്. ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ സുഖം അറിയുള്ളൂ, പറയുന്നവർക്ക് പറയാനേ അറിയുള്ളൂ. പറയുന്നതിന് പൈസക്ക് ചിലവില്ല, മെഹനത്തില്ല, ത്യാഗമൊന്നുമില്ല, പറയാൻ വെറും നാവേറ്റ് പറഞ്ഞാൽ.
ഇത് പ്രവർത്തിച്ച് കാണിച്ചിട്ട് ഞാൻ ഈ ഇരുന്ന് പറയുന്നതിൽ എനിക്കൊരു പ്രൗഡുണ്ട്. ആ ഫീലിംഗ് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, കുറേയൊക്കെ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ, മലയാളികൾ പറയുമ്പോൾ പൊട്ടങ്ങിണറ്റിലെ തവളനെ പോലെയാണ്. ഒന്ന് പുറം ലോകം കാണാത്തവർക്കാർക്കും ജീവിതത്തിൻ്റെ ഒരു കറക്റ്റ് സ്വഭാവങ്ങളൊക്കെ കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ യാത്രയിലൂടെയാണല്ലോ ഇസ്ലാം സ്പ്രെഡ് ആയിട്ടുള്ളത്. യാത്രയിലൂടെയാണല്ലോ നോളജ്. 30 വർഷം ഞാൻ 30 വയസ്സ് വരെ പഠിച്ച കിതാബുകളിലൊന്നും ഇല്ലാത്ത ഒരുപാട് അറിവുകൾ യാത്ര കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ആളുകളുടെ കൾച്ചർ, ജനറൽ നോളജ്. ഇന്ന് ഞാൻ 7 ഭാഷകൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യാത്രയിലും യാത്രയ്ക്ക് ശേഷം എൻ്റെ ബെനഫിറ്റാണ്. യാത്ര എനിക്ക് ജീവിതത്തിൽ ബെനഫിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അൽഹംദുലില്ലാ. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ബെന്യാമിൻ്റെ നോവല് പിന്നീട് നജീബിക്ക അത് അവർ സിനിമയൊക്കെ ആക്കുന്നുണ്ട്. അതിൽ പൃഥ്വിരാജ് നജീബിനോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്. എന്തെങ്കിലും ഇനിയൊരു അവസരം ഇതുപോലെ അവിടെയൊക്കെ പോവാനും നടന്നു പോകാനൊക്കെ കിട്ടിയാൽ പോവോ എന്നുള്ളതാണ്. അതിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു വേർഡിന് ആൻസർ പറയുമ്പോൾ, ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ യാത്രൻ്റെ മുന്നേ എൻ്റെ ഒരു കൽബിലുള്ള ഒരു ആശയം പറഞ്ഞിട്ടെ, ഞാൻ ഇങ്ങനത്തെ ഒരു തിങ്കിങ് ഉള്ള ഒരു മനുഷ്യനാണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരിക്കലെങ്കിലും ഇമാം മഹദി വരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതെ, ഇമാം മഹദി വരുന്ന സമയത്ത് നിങ്ങൾ മലകൾ നുഴഞ്ഞു കയറിയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ എത്തണം. പാമ്പുകളെ പോലെ എഴിഞ്ഞിട്ടെങ്കിലും അവിടെ എത്തണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഇമാം മഹദി ഈ ലോകത്ത് വരും, നമ്മളൊക്കെ അത് അറിയും, ഓരോ കോണിലും അതിൻ്റെ വാർത്തകൾ എത്തും. ഇവിടുത്തെ ആളുകളൊക്കെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ പോകുമല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു പക്ഷേ ചിലരെങ്കിലും അഭിപ്രായപ്പെടും, ഷിഹാബ് ചോറ്റൂർ നടന്ന് ഹജ്ജിന് പോയ മനുഷ്യനാണ്. അപ്പം മക്കത്തേക്ക് പോകുമ്പോൾ ഓനിമ്പാട് നമുക്ക് വിളിച്ച ഒരു പക്ഷേ. അപ്പം അങ്ങനത്തെ ഒരു യാത്രയിൽ നടക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ, അതായത് എൻ്റെ ജീവിതകാലത്താണ് അത് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരാളെങ്കിലും എൻ്റെ പേര് പറയും. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ഇനി ഒരു വട്ടംപാടെ പോകാനുള്ള ഒരു അവസരക്കാരം. അല്ലാതെ ഞാനിന്ന് എന്ത് ആത്മാർത്ഥമായിട്ട് പോയാലും ഞാൻ നടന്ന ആ ഒരു സമയത്തിൻ്റെ അത്ര, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു നടത്തത്തിൻ്റെ ഫീലിങ്ങോ ആ ഒരു നടത്തത്തിൻ്റെ അത്ര ഇപ്പം എന്നോട് ഒരു 10 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞ ഒരു പക്ഷെ എനിക്ക് മൈൻഡ് സമ്മതിച്ചോളണമെന്നില്ല. പക്ഷെ അത് ഞാൻ അത് മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആയിട്ട് നല്ല നിയത്തോടു കൂടി ഞാൻ പോയ അതും ഇതും വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ കൽബിലൊരു പ്രതീക്ഷ ഉണ്ട്, എന്നെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത ലോകം കേൾക്കുമ്പോൾ ഇവിടുന്നൊക്കെ ആളുകൾ പോകാൻ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നടന്നുകൊണ്ടോ എങ്ങനെയെങ്കിലും ഷിഹാബ് നടന്നിട്ട് പോയാൽ ഓനെ പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് വയ്യെങ്കിലും പറഞ്ഞു തരും എന്നുള്ള ടോപ്പിക്ക് കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ബാക്കിയൊക്കെ റബ്ബിൻ്റെ അടുത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ 1 മണിക്കൂറിലധികമായിട്ട് ഇന്ന് സംസാരിക്കണം. നമ്മൾ ഷിഹാബൊക്കെ വിളിക്കണം, എനിക്ക് യാത്രയെപ്പറ്റി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള അപ്പുറത്തേക്ക് എനിക്കിതിനെപ്പറ്റി അറിയാമെന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ആകാംക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം വരാണ്ട് പുസ്തകത്തിൻ്റെ ഒരു ആദ്യ വായനക്കാരനാവാനൊക്കെ നമ്മൾ കാത്തിരിക്കണം. ഏതായാലും വളരെ 5ഓളം ഭാഷകളിൽ ചെയ്യണം എന്നാണ് ബുക്ക് പ്ലസ്. അതെ, ഇൻഷാ അല്ലാഹ് ഏതായാലും അവിടേക്കൊക്കെ എത്തട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതാണ് ഇതിൻ്റെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രയത്നിക്കാനും ചെയ്യാനും നിയത്താക്കാനൊക്കെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ സാധനത്തോടു കൂടി നമുക്ക് സമാധിക്കാം. ഒരു മെസ്സേജും പാടെയാണ്. ഞാൻ ഹിന്ദി നാടുകളിലൊക്കെ പോകുമ്പോൾ മലയാളികൾക്ക് ഹിന്ദി സംസാരിക്കുന്നവരൊക്കെ ബംഗാളികൾ എന്നുള്ളൊരു കൺസെപ്റ്റ് മലയാളികൾക്കേ ഉള്ളൂ. അവരെ നാട്ടിൽ ഞാനൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ റൂമിൽ കിടന്നുറങ്ങുന്നതേ, അവരെ വീട്ടിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവർ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൻ്റെ 3 ഇരട്ടി ഉണ്ടാവും അവരെ ബാത്റൂം. നമുക്കില്ലാത്ത പലതും അവർക്കുണ്ട്, പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. കൊൽക്കത്ത പോലത്തെ പട്ടണങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു അമേരിക്കയിലെ ഒരു സിറ്റിയിൽ പോയമാർക്ക് ഫീൽ ചെയ്യും കൊൽക്കത്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അത്രയും ഡെവലപ്മെൻറ്റാണ്. പക്ഷെ നമുക്ക് കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ബംഗാളികളാണ്, ചേരികളാണ്, ബംഗാളികളാണ്. നമ്മൾ ഒരു വശേ നമുക്ക് അറിയൂ, കാരണം നമ്മൾ ഇറങ്ങി ചെന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ ഈ കാര്യം ഒരു മെസ്സേജായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് കാര്യം ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നീയത്ത് ശരിയാവണം. രണ്ടാമത്തത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട്. അസ്സബ്റു വന്നുസ്ഫിൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് ക്ഷമ. ഇതൊക്കെ മുറുക്കി പിടിച്ചിട്ട് നടന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് ആരെ മുന്നിലും പ്രൗഡോടെ കൂടി ഇത് പറയാൻ പറ്റും. അതിനൊരാലിമൊന്നും ആവണമെന്നില്ല. നീയത്ത്, ക്ഷമ, മെഹനത്ത്, ഇത് 3ഉം ഉണ്ടായി പ്രവർത്തിച്ചാൽ തന്നെ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും കീഴടക്കാൻ പറ്റും. ഇത് 3ഉം ഉണ്ട്, എന്നിട്ട് നമ്മൾ പ്രയത്നിക്കാതെ നീയത്തും ശരിയാണ്, ക്ഷമിക്കാനും തയ്യാറാണ്, മെഹനത്തെടുക്കാൻ തയ്യാറല്ലാതെ പെരയിൽ കിടന്നുറങ്ങുന്നവർക്കും ഈ കമൻ്റ് എഴുതുന്നവർക്കൊന്നും ഇതിൻ്റെ ഫീലിങ്സും സുഖങ്ങളൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല.
ഇതൊക്കെ അടിസ്ഥാനപരമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിച്ചാൽ എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബെനിഫിറ്റിൻ്റെ യാത്ര തന്നെ. ഒന്നിഞ്ഞിപ്പോൾ ഞാനൊരു അമലൊന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല, പക്ഷെ ആളുകൾ ആരൊക്കെയോ ഇന്നെ അറിയാത്തവർ ഇതിനെ കുറിച്ച് കുറ്റം പറഞ്ഞതുകൊണ്ടെങ്കിലും ഞാൻ എവിടെയെങ്കിലും കേച്ചിലാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് പല വിമർശനങ്ങളും പല തരത്തിലും ഷിഹാബൊക്കെ തേടി വരുന്നത് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴൊക്കെ കാണുന്നതാണ്. അവർക്കുള്ളതൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഷിഹാബ് അതിന്റെ യാഥാർത്ഥ്യതാണ്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഈ സംസാരമൊക്കെ കേൾക്കുമ്പോഴാണ്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ. അവസാനിപ്പിക്കാണ്, നമുക്ക് ഇനിയും ഷിഹാബുക്കായിട്ട് വീണ്ടും ഇരിക്കണം എന്നാണ്. കാരണം ഷിഹാബുക്ക നമ്മൾ കഥ പറയുന്ന ആളുകളാണ്, നമ്മൾ ഒരുപാട് കഥ, പക്ഷേ ഷിഹാബുക്ക അതിലും മനോഹരമായിട്ട് നമ്മളെ പോലും ഞാൻ പോലും സമയം അറിയുന്നില്ല 1.5 മണിക്കൂറൊക്കെ പോയി എന്നുള്ളത്. അത്രയും മനോഹരമായിട്ട് ഷിഹാബുക്ക കഥ പറയുന്നുണ്ട്. നമുക്ക് പുസ്തകത്തിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തീരാത്തത്ര അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് എത്രയും കഥകൾ പറയാനുള്ളത്. അപ്പോൾ അവസാനിപ്പിക്കാണ്, നമുക്ക് വീണ്ടും ഇതുപോലെ ഇരിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.